എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1827 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ മഷൂദ് PHMS DAQ, റിട്ടയർഡ് മെഡിക്കൽ ഓഫീസർ, ആയുഷ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ്, കേരള. 30 വർഷത്തിലകം അധികം ചികിത്സാനുഭവങ്ങൾ, അൺവീൽഡ് മൈക്രോ സീക്രട്സ് ഓഫ് ഹോമിയോ ആൻഡ് ഹെർബൽസ്, മനുഷ്യ ശരീരത്തിലെ മൂലകങ്ങൾ എന്നീ 2 പുസ്തകങ്ങളുടെ രചയിതാവ്. കൃഷിയും ഹോമിയോപ്പതിയും എന്ന വിഷയത്തിൽ റിസർച്ച് ഇഷ്ടകാര്യം. ഹോമിയോപ്പതിയിലെ ചില മൂലകങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് മഷൂദ് ഡോക്ടറിനെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. ഹലോ. ആദരണീയരായ IFPHന്റെ ഭാരവാഹികൾക്കും ഇത് ശ്രമിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനും പ്രിയപ്പെട്ട മറ്റെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ 2-3 ക്ലാസ്സുകളിൽ ഞാൻ ഈ മിനറൽസിനെയും മെറ്റൽസിനെയൊക്കെ കുറിച്ചാണ് നമുക്ക് ക്ലാസ് എടുക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തത്. ഇതവണ ഞാൻ ജസ്റ്റ് ഒരു കുറച്ച് മിനറൽസ്, എലിമെന്റ്സ്, നമ്മുടെ ഹോമിയോപ്പതിയിൽ അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന കുറച്ച് എലിമെന്റ്സിനെ കുറിച്ച് സംസാരിക്കാനാണ് വിചാരിച്ചത്. അപ്പോൾ ഡോക്ടറെ പെട്ടെന്ന് വിഷ്ണു ഉണ്ട്, വിഷ്ണു ഷെയർ ചെയ്യും. രണ്ടാമത് ആഴ്ച ഒന്ന് ഷെയർ ചെയ്യണം ഡോക്ടറെ. വിഷ്ണു കുറച്ച് പെട്ടെന്നായിരുന്നു ഓരോന്ന് തയ്യാറാക്കി തുടങ്ങിയത് ഡോക്ടർ വിളിച്ചത് ഒന്നിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ കറക്ഷൻ ഒന്നും പറ്റിയില്ല. അപ്പോൾ രണ്ടാമത് ഇപ്പം ഞാൻ ഒരെണ്ണം കറക്റ്റ് ചെയ്ത് അയച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തുള്ള കുറേ മെറ്റൽസ് ഉണ്ട്. അപ്പോൾ ഒരു 10 എണ്ണം മാത്രം ഇന്ന് ഞാൻ പറയാം. ബാക്കി ഒരു 10, 25, 30ഓളം എലിമെന്റ്സ് മാത്രമായിട്ട് നമ്മൾ ഹോമിയോയിൽ ഉപയോഗിക്കുന്നുണ്ട്. എലിമെന്റ്സ് മാത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എലിമെന്റിന്റെ യഥാർത്ഥ സ്വഭാവവും നമ്മുടെ മെഡിസിനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ടാണ്. വളരെ കുറച്ച് മാത്രമേ അവരുടെ ഈ ഭൗതിക സ്വഭാവമായിട്ട് ബന്ധം കാണുന്നുള്ളൂ മെഡിക്കൽ ഫീൽഡിൽ. അപ്പം നമ്മൾ മെഡിസിൻസിനെ കുറിച്ചൊക്കെ പഠിക്കുകയും സാധാരണ രീതിയിലുള്ള തെറാപ്യൂട്ടിക്സിനെ കുറിച്ച് വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ലോ ഓഫ് സിഗ്നേച്ചറുമൊക്കെ ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഊഹിക്കും, ഒരു പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും കാണുമെന്ന്. പക്ഷേ മിനറൽസിനെ, മെറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം ഈ ടോക്സിക് എഫക്റ്റ് എന്നുള്ള ഒരു ഇത് മാത്രമാണ് ജനറലായിട്ട് കാണുന്നത്. പിന്നെ കുറേ സിംറ്റമറ്റോളജി നമ്മുടെ പ്രൂവിങ്സിൽ കണ്ടത് വേറെ ഡിഫറെൻ്റ് ആണ്. എൻറ്റയർലി ഡിഫറെൻ്റ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് അറിയുന്നതിനും, എന്നാൽ ഈ മെറ്റൽസിനെ കുറിച്ച് നമുക്ക് സാധാരണ നമ്മുടെ ജീവിതത്തിൽ ഈ മെറ്റൽസ് നമുക്ക് എങ്ങനെയൊക്കെ വരുന്നു, അതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഈ മെറ്റൽസിന് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നതിനാണ് ഞാൻ ഈ ക്ലാസ് ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, നമുക്ക് ഈ മെറ്റൽസ് മറ്റ് എലിമെന്റ്സിൽ, ഈ എലിമെന്റ്സ് അല്ലെങ്കിൽ മെറ്റൽസ് എന്ന് പറയുന്നത് നമ്മുടെ മറ്റ് പ്ലാന്റ്സിൽ കിട്ടുന്ന ഓർഗാനിക് ആൽക്കലോയിഡ്സോ അല്ലെങ്കിൽ ഓർഗാനിക് സബ്സ്റ്റൻസസിനെ പോലെ അത്ര ഈസി ആയിട്ട് നമ്മുടെ ബോഡി എടുക്കുന്നില്ല അല്ലെങ്കിൽ കാണുന്നില്ല എന്നുള്ളത് ഒരു ജനറലായിട്ട് കാണാൻ പറ്റും. ഒന്നാമത് കാരണം എന്ന് പറഞ്ഞാൽ ഈ മെറ്റൽസ് നമുക്ക് തന്നെ അറിയാം, ഹോമിയോപ്പതിയിൽ നാം അധികമായിട്ട് മെറ്റൽസ് റിപ്പീറ്റ് ചെയ്യാറില്ല. കൂടുതലായിട്ടും മെഡിസിൻസ് അധികമായിട്ടുള്ള മെറ്റൽസ് തന്നെ ഒന്നിനോട് ചേർന്നത് ശ്രദ്ധിച്ച് മാത്രമേ നമ്മൾ റിപ്പീറ്റ് ചെയ്യാറുള്ളൂ. അങ്ങനെ മെറ്റൽസിനെ നമ്മൾ കുറച്ച് ഒന്ന് സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ എല്ലാം തന്നെ ഈ മെറ്റൽസിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവയ്ക്ക് അവയുടേതായ ധാരാളമായിട്ട് നമ്മുടെ ഫ്രൂട്ട്സിലും ഫുഡിലും നമ്മുടെ കോണ്ടാക്ട്സിലും ഇന്നത്തെ ലോകത്ത് ഈ ആധുനിക സമയത്ത് വളരെ കൂടുതലായിട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളവയാണ് ഈ ടോക്സിക് മെറ്റൽസ്. ഒരു മിക്കവാറും മെറ്റൽസ് അത് ടോക്സിക് ആണ്. അപ്പോൾ ടോക്സിക്കോളജിയിൽ നിന്നുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പോൾ ഞാൻ ഈ ടോക്സിക്കോളജിയെ കുറിച്ച് പറയുന്നില്ല, പിന്നീട് ഒരു അവസരത്തിലാവാം. ഈ മെറ്റൽസ് ആൻഡ് മിനറൽസ് ഞാൻ കൂടുതലായിട്ടും ഇപ്പോൾ ഉദ്ദേശിക്കുന്നതിൻ്റെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് ആൻറ്റിമണിയെക്കുറിച്ചാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു എല്ലാ മെറ്റൽസും സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു മെറ്റൽ മാത്രമായിട്ട് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും ഇവിടെ ഈ ആൻറ്റിമണിയെ അങ്ങനെ കാണാൻ കഴിയുന്നില്ല. ആൻറ്റിമണി കാരണം ആൻറ്റിമണി ഒരിക്കലും സ്വതന്ത്രമായിട്ട് കാണുന്ന ഒന്നല്ല. അപ്പോൾ ഈ അറിയാൻ തുടങ്ങിയിട്ടുണ്ടേ. അപ്പോൾ
അത് കുറച്ച് പ്രത്യേകമായിട്ട് കാണാമെന്നുള്ളതാണ്. പ്യുവറായിട്ട് ഒരിക്കലും കാണാത്ത ഒന്നാണ് ഈ ആൻറ്റിമണി. അത് എപ്പോഴും ആൻറ്റിമണിയും ഇത് കോമ്പിനേഷനായിട്ട് മാത്രമേ കാണുള്ളൂ. അങ്ങനെ ഒരു ബ്ലാക്ക് സൾഫൈഡ് എന്നുള്ള ഒന്നാണ് നമ്മൾ സാധാരണയായിട്ട് മെഡിസിൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യത്യാസം മാത്രം പറയാൻ വേണ്ടിയാണ്. ഇതേപോലത്തെ ഒരു പേപ്പറുകൾ ഇതുമല്ല പ്രിന്റ് ചെയ്തിട്ടുണ്ട് കമ്പ്യൂട്ടറിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് സൾഫൈഡ് ഓഫ് ആൻറ്റിമണി അറ്റോമിക് വെയിറ്റ് 121.75 കാണാം. അറ്റോമിക് നമ്പർ 51 51ാമത്തെ ഇതാണ്. പിന്നെ ഇത് MP എന്ന് എഴുതിയിരിക്കുന്ന മെൽറ്റിംഗ് പോയിന്റ് ആണ് 630. ബോയിലിംഗ് പോയിന്റ് 1587 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ലാറ്റിൻ നെയിമാണ് സ്റ്റിബിയം. അതാണ് SB എന്ന് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ സിമ്പൽ, അറ്റോമിക് സിമ്പൽ SB. ജർമ്മൻ നെയിമാണ്. ആൻറ്റിമണി എന്ന് പറയുന്നത് ജർമ്മൻ നെയിമാണ്. ഇറ്റ് ഈസ് എ ടോക്സിക് എലിമെന്റ്. ഇതിൻ്റെ കുറച്ച് ഉപയോഗങ്ങളെ കുറിച്ച് പറയാം. ഒരു സെമി കണ്ടക്ടർ ടെക്നോളജിയിലും ഇൻഫ്രാറെഡ് ഡിറ്റക്ടേഴ്സിൻ്റെ നിർമ്മിതിയിലും ഡയോഡ്സ്, ബാറ്ററീസ്, പിന്നെ ആൻറ്റി ഫ്രിക്ഷൻ ആയിട്ടുള്ള അലോയ്സ്, ഇപ്പോൾ വാഹനങ്ങളിലായിരുന്നാലും ഹൈലി ഉള്ള യൂട്ടൻസിൽസിലൊക്കെ ആയിട്ടും ആൻറ്റിമണിയുടെ മെറ്റലാണ് ഉപയോഗിക്കുന്നത്. ആൻറ്റിമണിയാണ്. സ്മാൾ ആംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രതിരോധ ആയുധങ്ങൾ, പിന്നെ ട്രേസർ ബുള്ളറ്റിലും ഈ ആൻറ്റിമണി ഉപയോഗിക്കുന്നുണ്ട്. കേബിൾ ഷീറ്റിംഗ്, കേബിളിൻ്റെ ഷീറ്റിങ്ങിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇൻഫ്ലെയിം അല്ല, പെട്ടെന്ന് തന്നെ തീ പിടിക്കാത്തതുകൊണ്ട് തന്നെ ഇൻഫ്ലെയിം പ്രൂഫിങ്ങിനും കോമ്പൗണ്ടായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പെയിന്റിൽ, സിറാമിക്, ഇനാമല്, ഗ്ലാസ്, പിന്നെ അതുപോലെ പോട്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാചക ഇതിനുമൊക്കെ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുമൊക്കെ ഈ ഉപയോഗിക്കുന്നുണ്ട്. ഹോമിയോപ്പതിയിൽ നമ്മൾ ആൻറ്റിമണിയെക്കുറിച്ച് ഒരുപാട് ക്ലാസ്സസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് മെൻഡൽസും ഗ്യാസ്ട്രിക് സ്ഫിയർ മാത്രമേ ഞാൻ ഇവിടെ എടുത്ത് പറയുന്നുള്ളൂ. ജനറൽ ആയിട്ടുള്ള കുറച്ച് മെറ്റാലിക് എഫക്റ്റ് ആണ് ഇവിടെ പറയുന്നത്. മെൻഡൽസും ഗ്യാസ്ട്രിക് സ്ഫിയറും ഉണ്ട്. എക്സസ് ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ, മ്യൂട്ടായി പോയി. എവിടം വരെ കേട്ടു ഡോക്ടറെ? നമുക്ക് ഹോമിയോപ്പതിയിലുള്ളത് കേട്ടില്ല. ഹോമിയോപ്പതി ആക്ട്സ് ഓൺ മെൻഡൽസ് ആൻഡ് ഗ്യാസ്ട്രിക് സ്ഫിയറിലാണ് ഇത് കൂടുതലായിട്ട് ആക്ട് ചെയ്യുന്നത്. മെൻഡൽസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള മെറ്റാലിക് എഫക്റ്റ് മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇറിറ്റബിലിറ്റി വളരെ കൂടുതലായിട്ടുള്ളതും ഈ വൈറ്റ് കോട്ടഡ് ടങ്ങും ഒരു നല്ല ഫിസിയോളജി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നല്ല സിംറ്റം ആണെങ്കിലും മെൻ്റൽ സിംറ്റംസും ഗ്യാസ്ട്രിക് സ്ഫിയറും ആണ് അതിന് കൂടുതലായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഓൾ ദ കംപ്ലൈൻസ് ആർ അഗ്രവേറ്റഡ് ബൈ ഹീറ്റ് ആൻഡ് കോൾഡ് ബാത്തിങ്. ഇതും ഈ ആൻറ്റിമണിയുടെ ഒരു പ്രത്യേകതയാണ്. കനോട്ട് ബെയർ ഹീറ്റ് ഓഫ് സൺ. സൂര്യൻ്റെ ചൂടാണ് ഒട്ടും തന്നെ താങ്ങാൻ പറ്റാത്തത്. ടെൻഡൻസി ടു ഗ്രോ ഫാറ്റ്. നല്ല അഡിപ്പോസ്, അതായത് നല്ല ബോഡി ബിൽഡ് ഫാറ്റി ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. പെയിൻ എവിടെയെല്ലാം വരാൻ സാധ്യതയുണ്ട് അവിടെ യഥാർത്ഥത്തിൽ പെയിൻ ഈ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പെയിൻ കാണില്ല. നമ്മൾ പെയിൻ എക്സ്പെക്ട് ചെയ്യുന്ന കേസസിലൊന്നും പെയിൻ ഉണ്ടാവുകയില്ല. ഗ്യാസ്ട്രിക് കംപ്ലൈൻറ്റിനോടൊപ്പം ഗൗട്ട് ഉണ്ടായിരിക്കാവുന്നതാണ്. അതുപോലെ ഇതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത് ഈ വൈറ്റ് കോട്ടൺ ടങ്ങാണ് നമ്മളെല്ലാവരും സ്ക്രിപ്റ്റ് ആയിട്ട് എടുക്കുന്നതെങ്കിലും ഇതിന് ഈ ഗ്യാസ്ട്രിക് സ്ഫിയർ ജനറലായിട്ട് ആക്ഷൻ ഉള്ളത് ആൻറ്റിമണി രണ്ടും, ആൻറ്റിൻ ടാർട്ടും ആൻറ്റിമണി ഈ സൾഫൈഡും. ഇതിൻ്റെ യൂസസ്, അതായത് എന്തൊക്കെയാണ് ആൻറ്റിമണി കോമ്പൗണ്ട്സ് ആയിട്ട് നമ്മൾ ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കുന്നത്: ആൻറ്റിമാഴ്സ്, ആൻറ്റി ക്ലോറൈഡ്, ആൻറ്റി അയഡേറ്റം, ആൻറ്റിമോണിയം സൾഫൂറേറ്റം, ആൻറ്റിസൾഫ് ആൻഡ് ആൻറ്റിമോണിയം ടാർട്ടാറിക്കം. ഇതാണ് ഈ ആൻറ്റിമണി കൊണ്ടുള്ള മറ്റ് കോമ്പൗണ്ട്സ് ഹോമിയോപ്പതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. കോംപ്ലിമെൻ്ററി ആയിട്ട് ഇതിൻ്റെ മെഡിസിൻ്റെ വരുന്നത് സൾഫറാണ്. കോംപ്ലിമെൻ്ററി മെഡിസിനാണ്. ആൻറ്റിഡോട്ട് ഹെപ്പാർ സൾഫുമാണ് ആൻറ്റിമണിയുടെ. അടുത്തത് ആഴ്സനിക്. നമുക്കെല്ലാം പ്രധാനപ്പെട്ട അറിയാവുന്ന ഒന്ന് തന്നെയാണ് ആഴ്സനിക്. നെക്സ്റ്റ് ആഴ്സനിക്. സ്ലൈഡ് മാറിയിട്ടില്ലല്ലോ. ആഴ്സനിക്കിലോട്ട് ജസ്റ്റ് ചെറിയ ഒരു ആഴ്സനിക് വന്നതാണ്. ഇത് അതിപ്പോൾ ഈ സ്ലൈഡ് അയക്കുന്നത് വളരെ വലുതായിട്ടാണ്. സാരമില്ല, ഇങ്ങനെ കിടക്കട്ടെ. അപ്പോൾ എനിക്കിപ്പോൾ കാണാൻ കഴിയുന്നത് വളരെ വലിയ രീതിയിൽ ആണ്. അതായത് മൊബൈലിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ മൊബൈലിൽ നിറച്ചും കാണുന്നുണ്ട്, കുറച്ചേ കാണുന്നുള്ളൂ. എന്തായാലും 2 പേജിൻ്റെ ബാക്കിയും വരുന്നുണ്ട്. ഇപ്പോൾ ഷെയർ ചെയ്താൽ കുഴപ്പമില്ല, നല്ലത് തന്നെ. ആഴ്സനിക് ഞാൻ പറയാം. അറ്റോമിക് നമ്പർ ആഴ്സനിക് 33 ആണ്. അറ്റോമിക് സിമ്പൽ AS. അറ്റോമിക് വെയിറ്റ് 7492
0.6 ആണ് അറ്റോമിക് വെയിറ്റ്. ഇനി മെൽറ്റിംഗ് പോയിന്റ് 817 സോറി, ഇതിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായി. 817 അതിൽ മെൽറ്റിംഗ് പോയിന്റിന്റെ ഭാഗത്തെ 8170 കാണുന്നുണ്ട്. 817 ബോയിലിംഗ് പോയിന്റ് 603 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. ബോയിലിംഗ് പോയിന്റ് 603 മെൽറ്റിംഗ് പോയിന്റ് 817 സാധാരണയായിട്ട് നമുക്കൊരു സംശയം വരാം, എങ്ങനെ മെൽറ്റിംഗ് പോയിന്റ് 817 ഡിഗ്രിയിലേ മെൽറ്റ് ചെയ്യുന്നുള്ളൂ, അതേസമയം ബോയിൽ ചെയ്യുന്നത് 603 ബോയിൽ ചെയ്യുന്നുണ്ടോ? ബോയിൽ ചെയ്യുന്നത് മെൽറ്റ് ചെയ്തതിന് ശേഷം അല്ലേ ബോയിൽ ചെയ്യേണ്ടത് എന്ന് ചോദിക്കാം. ഇങ്ങനെ ഈ മെറ്റലിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. അതായത് ആഴ്സനിക്ക് 603 ഡിഗ്രി സെന്റിഗ്രേഡിൽ മെൽറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ബോയിൽ ചെയ്യുകയോ ചെയ്യുന്നതിന് മുമ്പ് സബ്ലിമേഷൻ എന്ന് പറയുന്ന ഒരു ഉൽപ്പാദനം നമുക്കറിയാം. അതായത് നേരിട്ട് കാംഫറിനെ പോലെ, കാംഫറും അതുപോലെയാണ്, കാംഫറും അതുപോലെയാണ് ഈ ഉൽപ്പാദനം എന്ന് പറയുന്നത്. അതായത് നേരിട്ട് ചൂടാക്കുമ്പോൾ 603 ഡിഗ്രി ആകുമ്പോൾ തന്നെ ഇത് വാതകമായിട്ട് ഡയറക്റ്റ് കൺവേർട്ട് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് ആഴ്സനിക്കിന്. അതുകൊണ്ടാണ്. പിന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ കണ്ടീഷനിലാണ് ഈ 603 ഡിഗ്രി സെന്റിഗ്രേഡിൽ സബ്ലിം ചെയ്യുന്നത്. പക്ഷേ കൂടുതൽ പ്രഷർ കൊടുക്കുകയാണെങ്കിൽ അത് 817 ഡിഗ്രി വരെ സ്റ്റെബിലിറ്റി കൊടുത്ത് പ്രഷറിൽ അതിനെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ലിക്വിഡായിട്ട് മെൽറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിഫറൻസ് ഈ മെറ്റലിന് വന്നത്. വേഴ്സ് ദി ആഴ്സനിക്കസ് ബോറോഡ് ഫ്രം പേർഷ്യൻ വേർഡ് സാർനിക്. സാർനിക് എന്ന് പറയുന്ന ഒരു പേർഷ്യൻ വേർഡിൽ നിന്നാണ് ആഴ്സനിക് വന്നത്. സാർനിക്. ഈ സാർനിക് എന്ന് പറയുന്നത് തന്നെ ബോറോഡ് ചെയ്തിരിക്കുന്നത് യെല്ലോ ഓർപ്പിമെന്റ് എന്നാണ്. ലാറ്റിൻ നെയിം ആഴ്സനിക്കും ജർമ്മൻ. ബോറോ ചെയ്യുന്നത് ഇവിടുന്ന് പേർഷ്യൻ വേർഡ് എന്നാണ് പറയുന്നത് സാർനിക്. ലാറ്റിൻ നെയിമാണ് ആഴ്സനിക്കം. Then Zarnica is borrowed from Greek. ഈ സാർനിക് എന്ന വേർഡ് തന്നെ ഗ്രീക്കിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ആഴ്സനിക് യൂസ്ഡ് ഫ്രീക്വന്റ്ലി ഫോർ മർഡർ. ഈ ആഴ്സനിക്കിന്റെ വളരെ നേരത്തെയുള്ള ഉപയോഗങ്ങളിൽ ഒന്ന് മർഡർ കേസിനെ ഇത് സാധാരണയായിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പം നമുക്കറിയാം ഇതിന്റെ ആഴ്സനിക്കിന്റെ സ്വഭാവം ഒരു നോൺ മെറ്റാൽ ആണ്. ആഴ്സനിക് കമ്പൈൻസ് വിത്ത് സർട്ടൺ എൻസൈംസ്. ബോഡിയിലുള്ള കുറച്ച് എൻസൈംസുമായിട്ട് പെട്ടെന്ന് തന്നെ കമ്പൈൻ ചെയ്തിട്ട് വളരെ കൂടുതൽ നോസിയേഷൻ വളരെ വയറുവേദന ഒക്കെ എടുക്കുകയും തൽക്കാലം ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ സർക്കുലേറ്ററി കൊലാപ്സ് വന്ന് ഡെഡ് ആവുകയും ചെയ്യും. അപ്പോൾ സർക്കുലേറ്ററി കൊലാപ്സിന് കാരണം ഇത്രയും പ്രൊജക്റ്റൈലായിട്ടുള്ള വോമിറ്റിങ്ങും ഫോളോഡ് ബൈ ഡയറിയ എന്നുള്ളതാണ്. ആഴ്സനിക്കിനാണ് ഇത്രയും പ്രൊജക്റ്റൈലായിട്ടുള്ള വോമിറ്റിംഗ് വരുന്നത്. അതിന് കാരണം എൻസൈംസ്, ബോഡിയിലെ എൻസൈംസുമായിട്ട് ഡയറക്റ്റായിട്ട് പെട്ടെന്ന് കോൺടാക്റ്റ് ആവുകയും അത് നമ്മുടെ ഇറിറ്റേറ്റ് ആയിട്ട് ഡെഡിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ആഴ്സനിക് ഒരു സീരിയസ് പോയിസണിങ് ആയിട്ട് നേരത്തെ മർഡർ കേസിലെല്ലാം ഉപയോഗിച്ചിരുന്നതാണ്. ഇതിന്റെ പ്രോപ്പർട്ടീസ് ലൈസ് ബിറ്റ്വീൻ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. നാച്ചുറലി ആഴ്സനിക് ഈസ് സിമിലർ ടു ഫോസ്ഫറസ്, ആന്റിമണി, ബിസ്മത്ത് ആൻഡ് നിക്കൽ. ഇതിനോട് ചേർന്ന എലിമെന്റ്സ് എന്ന് പറയുന്നത് ഫോസ്ഫറസ്, ആന്റിമണി, ബിസ്മത്തും നിക്കലുമാണ്. ആഴ്സനിക് ഒരു സ്റ്റീലായിട്ടുള്ള ഗ്രേ വെരി ബ്രിറ്റിൽ ക്രിസ്റ്റലൈൻ സെമി മെറ്റാലിക് സോൾഡ് ആണ്. അതായത് ബ്രിറ്റിലാണ്, പെട്ടെന്ന് ഉരിഞ്ഞു പോകുന്നതാണ്, എന്നാൽ ക്രിസ്റ്റലൈൻ ആണ്, സെമി മെറ്റാലിക് ആണ്, അതൊരു പ്യൂർ മെറ്റൽ അല്ല. Then arsenic when heated from to arsenious oxide smells like garlic as a highly poisonous. ഈ ആഴ്സീനിയസിന്റെ ഓക്സൈഡിനെ കുറിച്ചും പറയുന്നത് നമുക്കിപ്പോൾ സാധാരണ ചില ഓടയിൽ സിവേജിന്റെ അടുത്ത് ഒന്ന് ആഴ്സനിക്സിന്റെ പോയിസൺസ് കിട്ടാൻ വളരെ എളുപ്പമാണ്. അതായത് വളരെ ടോക്സിക് ആണ്, ആഴ്സനിക്കിനേക്കാളും വളരെയേറെ ടോക്സിക് ആണ് ആഴ്സീനിയസ് ഓക്സൈഡ്. ഈ ആഴ്സനിയസ് ഓക്സൈഡ് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ആഴ്സനിക് പെട്ടെന്ന് തന്നെ ഓക്സിഡേഷനുമായിട്ട് ചേർന്ന് ഓക്സിഡേഷൻ സംഭവിച്ച് ആണ് ആഴ്സീനിയസ് ഓക്സൈഡ് ഉണ്ടാകുന്നത്. അടുത്തത് ഇതിന്റെ എന്തെങ്കിലും ഉപയോഗം പുറത്തുള്ള ഉപയോഗങ്ങളാണ്, എക്കണോമിക് ആയിട്ടുള്ള ഉപയോഗങ്ങളാണ് പറയുന്നത്. ഇൻ ഗ്ലാസ് മാനുഫാക്ചർ ടു എലിമിനേറ്റ് അയൺ ഇമ്പ്യൂരിറ്റി വിച്ച് ഗീവ്സ് എ ഗ്രീൻ കളർ. അപ്പോൾ ഈ അയണിനെ ഗ്ലാസ് നിർമ്മിക്കുമ്പോൾ അയണിന് ഒരു ഗ്രീൻ കളർ ഉണ്ടാകുന്നു, അതിനെ എലിമിനേറ്റ് ചെയ്യുന്നതിനെ യൂസ് ചെയ്യുന്നത് ആഴ്സനിക്കാണ്. മിലിറ്ററി ഗ്യാസ് പോയിസൺസ് ആയിട്ട് വാർ ഫീൽഡിൽ ഉപയോഗിക്കുന്നുണ്ട് ഗ്യാസ് പോയിസൺ. പിന്നെ വൈഡ്ലി ട്രീറ്റ്മെന്റ് ഓഫ് സിഫിലിസ് ആണ്. വളരെ നാളുകൾക്ക് മുമ്പ് ഈ ആഴ്സനിക് ഇത്രയും പ്രചാരത്തിൽ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ മഹാരോഗങ്ങളായിട്ടുള്ള സിഫിലിസ്, ഗുണേറിയ ഇത്തരത്തിലുള്ള വലിയ വലിയ ഫാമിലീസിന് വരികയും വലിയ തോതിൽ തന്നെ സമൂഹത്തിനെ ബാധിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊരു നൂറ്റാണ്ടിലാണ്. അപ്പോൾ ആ സമയത്താണ് വൈദ്യശാസ്ത്രവും മറ്റെല്ലാം തന്നെ വളരെ കൂടുതലായിട്ടും ഉത്തേജിതമായ ഒരു സമയമാണ്. അപ്പോൾ അന്ന് കണ്ടുപിടിച്ചതിൽ ഒരു ആഴ്സനിക് അന്ന് പ്രചാരത്തിൽ വളരെ കൂടുതൽ വരികയും സിഫിലിസ്
വരികയും ചെയ്തു. പിന്നെ ഒരു പെൻസിലിൻ കണ്ടെത്തിയപ്പോഴേക്കും സൾഫ ആൻറ്റിബയോട്ടിക് ഡ്രഗ്സ് ഒക്കെ വന്നപ്പോൾ ഈ ആഴ്സനിക്കിൻ്റെ ഉപയോഗം അത്ര കൂടുതലായിട്ട് വരുന്നില്ല. ഇനി ഇൻസെക്ടിസൈഡ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാൽസ്യം ആഴ്സനേറ്റ്, പാരീസ് ഗ്രീൻ, ഇതൊക്കെയാണ്. ലെഡ് ആഴ്സനേറ്റ്, കാൽസ്യം ആഴ്സനേറ്റ്, പാരീസ് ഗ്രീൻ, ഇവയെല്ലാം ആണ്. ആഴ്സനേറ്റ് എന്നാണ് ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പാരീസ് ഗ്രീൻ, ആഴ്സനേറ്റ്, RNAT അല്ല ആഴ്സനേറ്റ്. അപ്പോൾ ഇത് ആണ് നമ്മൾ സാധാരണ ഇൻസെക്ടിസൈഡ്സിലാണ് ആഴ്സനിക് ഉപയോഗിക്കുന്നത്. എല്ലാവരും പെസ്റ്റിസൈഡ്സും ഇൻസെക്ടിസൈഡ്സും പറയും ആഴ്സനിക് പോയിസണിങ് ആണ്, എല്ലാത്തിലും ആഴ്സനിക് ഉണ്ട്. കാരണം ഇതാണ്, കണ്ടമാനമായിട്ട് ഉപയോഗിക്കുന്നത് പെസ്റ്റിസൈഡ്സിൽ ഉപയോഗിക്കുന്നത് ആഴ്സനിക്കാണ്. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഗാലിയം ആഴ്സനേറ്റ് ഒരു സെമി കണ്ടക്ടർ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. പെയിൻസ് നിർമ്മിക്കുന്നതിനും ഫയർ വർക്ക്സ്, ഇതിന് റെഡ് ആൻഡ് റൂബി ആയിട്ടുള്ള കളർ സാൾട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും അവ കത്തുമ്പോൾ അങ്ങനെ ഒരു ഇൻസിനറേഷൻ വഴി ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ആഴ്സനിക്ക്. അതുകൊണ്ട് പെയിൻസിലും ഫയർ വർക്കിലും ആഴ്സനിക്ക് ഡൈസൾഫൈഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഹോമിയോപ്പതിയിൽ എന്താണ്, നമുക്ക് എല്ലാവർക്കും ആഴ്സനിക് മെറ്റലിനെ കുറിച്ച് ആരും ഒന്നും അധികം പറയണ്ട. മെന്റൽസ് ഡെബിലിറ്റിയും എക്സ്പാഷനുമാണ് ഇതിൽ ഞാൻ കൂടുതലായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് മെറ്റൽസിന്റെ ജനറൽ റീഡിങ്ങിൽ കൂടുതലായിട്ട് തോന്നിയത്. അതായത് ഡെബിലിറ്റി ആൻഡ് എക്സാഷൻ ആഫ്റ്റർ ദ സ്ലൈറ്റസ്റ്റ് എക്സേർഷൻ. ദെൻ ഇറിറ്റബിൾ വീക്ക്നെസ് ഓഫ് ഫൈബർ മസിൽ ഫൈബേഴ്സിനുള്ള ഇറിറ്റബിൾ വീക്ക്നെസ്. ബേണിംഗ് പെയിൻ വിച്ച് ഈസ് റിലീവ്ഡ് ബൈ ഹീറ്റ്. ഇത് ജനറലായിട്ട് നമ്മളെല്ലാം വായിക്കുന്നതാണ്. പക്ഷേ ഡെബിലിറ്റി ആൻഡ് എക്സാഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആഴ്സനിക്. ദെൻ അൺകൺജബിൾ തേസ്റ്റ് ഈസ് ദെയർ. സീസൈഡ് കംപ്ലൈൻസും ഉണ്ട്. ഫിയർ, ഫ്രൈറ്റ്, വറി, ഇത് രണ്ടും നോക്കണം. ഫിയർ ഉണ്ട്, ഫ്രൈറ്റ് ഉണ്ട്, വറി, ഇത് മൂന്നും കൂടി ചേരുന്ന ആഴ്സനിക്. ആംഗ്വിഷ് എന്ന് പറയുന്നത് ഈ ആഴ്സനിക്കിനല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. നമ്മൾ ഈ കീനോട്ട് എടുത്ത് വായിച്ചാൽ ആദ്യം ആംഗ്വിഷ്, അത് ആംഗ്വിഷ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് ആഴ്സനിക്കിന് മാത്രമാണ്. എന്താ ആങ്സൈറ്റി അല്ല, പിന്നെന്താണ്, ഉത്കണ്ഠയാണ്. ആൽക്കഹോളിസം എന്ന് പറയുന്നത് ടൊമൈൻ പോയിസണിങ്, ഇൽ എഫക്ട്സ് ഫ്രം ഡീക്കേഡ് ബോഡി. ടൊമൈൻ പോയിസണിങ് എല്ലായിടത്തും വായിച്ചിട്ടുണ്ടോ? എന്താണ് ടൊമൈൻ പോയിസണിങ്? ഈ ഇൻവെൻ മാറ്റർ എല്ലാം ഡീക്കേ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ചിരുന്നത് അവയിൽ നിന്ന് വരുന്ന സ്മെല്ല്, അവ ഉള്ളിൽ ചെന്നാൽ ഇതിൻ്റെയൊക്കെ ഉള്ള പോയിസണിങ് നമുക്ക് ഓർഗാനിക്കായിട്ട് കിട്ടുകയാണെങ്കിൽ ചീഞ്ഞ ഭാഗങ്ങൾ നിന്ന് കിട്ടുന്ന മണവും അവയിൽ നിന്ന് ഭക്ഷണത്തിൽ കൂടെ ഉള്ളിൽ കിടക്കുകയും ചെയ്താൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഡിസിൻ ആഴ്സനിക്കാണ്. അത് ആഴ്സനിക്കിൻ്റെ ഒരു സ്വഭാവമാണ്, അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആഴ്സനിക്കിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അർജ് എന്ന് ഞാൻ അതിനെ മലയാളത്തിൽ, ഞാൻ മുമ്പ് ഒരു ദിവസം എൻ്റെ ക്രിസ്റ്റലിൽ നിന്ന് 2-3 വാക്ക് ഇതുപോലെ മലയാളം പറഞ്ഞു. അതുപോലെയാണ് ഇതിനെ പറഞ്ഞ ആർജ് ആൽബ് എന്നാണ് എനിക്ക് ശരിക്കും തോന്നുന്നത് എൻ്റെ പ്രയോഗം. സാർനിക് എന്ന് പറയുന്നെങ്കിലും അർജാണ് കൂടുതലായുള്ള, അർജാണ് ആഴ്സനിക്കിനുള്ളത്. ഇപ്പോൾ അർജ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് പലയിടത്തും വായിച്ചു നോക്കിയാൽ അറിയാം, മല കഴിഞ്ഞിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ അർജ് മാറുന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് സ്ഥാനത്തിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് അർജ് വരുന്നു, നമ്മൾ എന്ത് ചെയ്യും? പോകാനൊന്നും നിവൃത്തിയില്ല. ഒരു ഡോസ് ആഴ്സനിക് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ 30 ഒരു ഡോസ് കഴിച്ചാൽ ആ അർജ് പെട്ടെന്ന് അങ്ങ് കുറഞ്ഞു പോകുന്നത് കാണാം. നല്ല പെട്ടെന്ന് മാറുന്നതായിട്ട് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടും പറയുകയാണ്. അതിന് നല്ല ഒരു അർജ് പെട്ടെന്ന് നിൽക്കുന്ന ഒരു ആഴ്സനിക്കിൻ്റെ ഒരു സ്വഭാവമാണ്. പിന്നെ ലോ വൈറ്റാലിറ്റി, സെപ്റ്റിക് ഇൻഫ്ലമേഷൻസ്, അനീമിയ, പ്യൂട്രി ഡിസ്ചാർജസ്, ഇതൊക്കെ ആഴ്സനിക്കിൻ്റെ പ്രത്യേകതയാണ്. വളരെ പ്രധാനമായിട്ടും ഈ അടുത്ത കാലത്ത് ഒരു മാഗസിനിൽ, നമ്മുടെ തന്നെ ഒരു മാഗസിനിൽ ഒരിക്കൽ പറഞ്ഞു, നമുക്ക് ഹോമിയോപ്പതി മരുന്ന് കഴിച്ചാൽ ഈ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാവുന്നത്. പക്ഷേ അതിൽ ഞാൻ നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ്, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് കാണുന്ന മെറ്റലും യഥാർത്ഥത്തിൽ ആഴ്സനിക്കാണ്. മെയിൻറ്റെയിൻ ദ സിസ്റ്റം അണ്ടർ ദ സ്ട്രെസ് എന്ന് എഴുതുക, സ്ട്രെസ് ഓഫ് മാലിഗ്നൻസി റിഗാർഡ്ലെസ് ഓഫ് ലൊക്കേഷൻ എന്നാണ്. എവിടെ ആയിരുന്നാലും ശരി, മാലിഗ്നൻസി ശരീരത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും, അതാണല്ലോ വേറൊരു കാര്യം. നമ്മുടെ ഹോമിയോപ്പതി മെഡിസിൻസിനും സൈറ്റും ലൊക്കേഷനും ഉണ്ട് എങ്കിലും ജനറൽ റൂളിൽ ഈ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഒരു സൈറ്റിലോ പർട്ടിക്കുലർ സൈറ്റിലോ ഉള്ളതല്ല, ജനറലായിട്ടാണെന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത ഈ സിംറ്റംസിൻ്റെ, ഈ ആഴ്സനിക്ക് അത് വീണ്ടും പ്രൂവ് ചെയ്യുകയാണ്. ആ സിംറ്റം, ആ ഒരു കാര്യം, അതായത് നമ്മുടെ ഹോമിയോപ്പതി സിറ്റി ഓഫ് ദ ജനറൽ ക്രോണിക് ഡിസീസസ്. ഇതൊരു ക്രോണിക്കായിട്ട് പോലും നമുക്ക് കണക്കാക്കാൻ പറ്റുന്നില്ല, ജനറലായിട്ട് പേഴ്സണലിൽ വരുന്ന ഡിസീസുകളിൽ ഒന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ആഴ്സനിക്കിൻ്റെ ഈ സിംറ്റം വളരെ പ്രധാനമാണ്. മെയിൻറ്റെയിൻ ദ സിസ്റ്റം അണ്ടർ ദ സ്ട്രെസ് ഓഫ് മാലിഗ്നൻസി റിഗാർഡ്ലെസ് ഓഫ് ലൊക്കേഷൻ. അതർ കോമ്പൗണ്ട്സ് ഓഫ് ആഴ്സനിക്: ആഴ്സനിക് ബ്രോമേറ്റം, ആഴ്സ് ഹൈഡ്രോജറം, ആഴ്സ് അയഡേറ്റം, ആഴ്സ് മെറ്റാലിക്കം. ദെൻ ആഴ്സ് മെറ്റം എന്ന് പറയുന്ന ആഴ്സനിക്ക് മെറ്റ് തന്നെ, ഒന്ന് ഇവിടെ എടുത്ത് പറയേണ്ട. ആഴ്സ് സിബിയേറ്റം ആൻറ്റിമണിയുടെ ഒരു ഇതാണ്. ആഴ്സ് സൾഫർ ഫ്ലേവം, ആഴ്സൽ ഫ്ലേവം എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷനാണ്. ദെൻ ആഴ്സിനാൽ എന്ന് പറയുന്നത്
ഡൈസോഡിയം മീഥൈൽ ആഴ്സനേറ്റ് ആണ്. ആർഡിനേറ്റ് എന്നേ വന്നിട്ടുള്ളൂ, ആഴ്സനേറ്റ് ആണ്. ഇനി കോംപ്ലിമെന്റ്സ് അലിയം സറ്റൈവ, കാർബോവെജ്, നാട്രം സൾഫ്, ഫോസ്ഫറസ്, പൈറോജൻ, തൂജ, ഇതെല്ലാം അതിൻ്റെ കോംപ്ലിമെന്റ്സ് ആണ്. വേറെ ചില കോംപ്ലിമെന്റ്സ് ഒരുപക്ഷെ നമുക്ക് പുസ്തകത്തിൽ ബോറൊക്കെ നോക്കിയാൽ കാണാം. ആന്റിഡോട്ട്സ് ഓപ്പിയം, ഫോസ്ഫറസ്, റെസ്റ്റോക്സ്, തൂജ, സെക്കേലിക്കോർ. എന്താണ് ആഴ്സനിക് പോയിസണിൽ നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്, ബാൽ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ ഹോസ്പിറ്റലിൽ ചെന്നാൽ ബാൽ IV കൊടുക്കും. കാര്യം അത് മാത്രമാണ് അതിൻ്റെ നല്ല എഫക്റ്റീവായിട്ടുള്ള ആന്റിഡോട്ട്. ഇത് ബ്ലഡ് സെൽസിനെയും കിഡ്നിയെയും പെട്ടെന്ന് ബാധിക്കുന്നു. കാസസ് വീക്ക്നെസ്, ദെൻ സ്കിൻ ഡിസോർഡേഴ്സ്, ഡാമേജ്, ബ്ലഡ് സെൽസിനെ ഡാമേജ് ചെയ്യുന്നു. പിന്നെ ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്? ആഴ്സനിക്കിൻ്റെ പോയിസണിങ്ങിന് നമുക്കറിയാം. ആഴ്സനിക്ക് ഞാൻ കുറച്ചേ പറയുന്നുള്ളൂ, എന്നാലും നെയില്, യൂറിൻ, ഹെയർ ഇതിനെ കാണാൻ കഴിയും. ഈ വുഡ് പ്രിഫർ ചെയ്ത് ശരിക്കും സൂക്ഷിച്ച് വെക്കുന്നതിന്, വുഡിനെ തടി ചെയ്ത് വെക്കുന്നതിന് കൊണ്ട് ആഴ്സനിക് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ അത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആഴ്സനിക് കഴിച്ച പേഴ്സൺ കഴിച്ചിട്ട് പേഷ്യൻറ്റിനെ ആണെങ്കിൽ ആ ക്യാബിൻ്റെ നിന്നും ആഴ്സനിക് സൈഡിൽ മണ്ണിൽ കാണാം. അല്ലാതെയും ഇതിൻ്റെ പേഷ്യൻറ്റിൻ്റെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഡെഡ് ബോഡിയിൽ നിന്ന് ആഴ്സനിക്കിൻ്റെ പോയിസണിങ്ങിന് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് എവിഡൻസസ് നേരത്തെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പം നെയിലിൽ, ഹെയറിൽ, യൂറിനിൽ ഇത് തീർച്ചയായിട്ടും പെട്ടെന്ന് ഈ സ്ഥിരമായിട്ടുള്ള ആഴ്സനിക് പോയിസണിങ്ങിൽ വരും. ഇതൊരു ക്രോണിക് ആയിട്ട് പോയിസണിങ് കിട്ടുന്ന ഒന്നുമാണ്. ഗ്രാജുവലി പേഷ്യൻറ്റിനെ നമുക്ക് ഇല്ലാതാക്കാൻ ചിലർ ശ്രമിക്കുന്നുവെങ്കിൽ, മർഡർ എന്ന് പറയുന്നത് സാധാരണ അതാണല്ലോ. ഇപ്പോൾ സൂയിസൈഡ് പറയുന്നത് പോലെ അല്ലല്ലോ. മർഡർ കേസൊക്കെ മിക്കവാറും വളരെ ഗ്രാജുവലി ആസൂത്രണമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഉപയോഗിച്ചിരുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഈ യൂറിൻ മാത്രമല്ല നെയിലിലും ഹെയറിലും നെയിലായിട്ട് പ്രത്യേകിച്ച് കാണാൻ കഴിയും. നെയിലിൻ്റെ പ്രത്യേക ഒരു ഷേപ്പിൽ തന്നെ നെയിലിൻ്റെ ലൈൻസ് നോട്ടീസബിളാണ് ഈ ആഴ്സനിക്കിൻ്റെ. നെക്സ്റ്റ് പറയാനുള്ളത് വനേഡിയം. വനേഡിയം 23 അറ്റോമിക് നമ്പർ, സിമ്പൽ വെറും V ആണ്. V. അറ്റോമിക് വെയിറ്റ് 50.941. ബോയിലിംഗ് പോയിന്റ് 3407 ഡിഗ്രിയാണ് സെൻറ്റിഗ്രേഡ്. മെൽറ്റിംഗ് പോയിന്റ് 1910 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ദെൻ ഈ വനേഡിയം ഡിസ്കവേർഡ് ചെയ്തത് ഡെൽ റിയോ 1801 1801. ഇതിൻ്റെ ബ്യൂട്ടിഫുൾ മൾട്ടി കളേർഡ് കോമ്പൗണ്ട്സ് കാരണമാണ് യഥാർത്ഥത്തിൽ ഇതിന് ഇങ്ങനെ ഒരു പേര് കിട്ടാൻ കാരണം. അതായത് സ്കാൻഡിനേവിയൻ ഗോഡസിൻ്റെ നൈമും ആയിട്ട് ചേർന്നാണ് ഇതിനെ, അവരുടെ പേര് വാൻഡിസ് എന്നാണ്. അങ്ങനെ ആ പേരിൽ നിന്നാണ് വെനേഡിയം എന്ന് പറയുന്നത്. അതായത് ബ്യൂട്ടിഫുൾ മൾട്ടി കളേർഡ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്ന വെനേഡിയത്തിനെ വാൻഡിസ് എന്ന് പേര് കൊടുത്തു. ഇനി ഇതിൻ്റെ സോഴ്സാണ്. സോഴ്സ് കാർണോറ്റൈറ്റ് അല്ലെങ്കിൽ റോസ്കോലൈറ്റ്, വാനാൻഡൈറ്റ്, പാട്രോണൈറ്റ്, ഇങ്ങനെ 4 സോഴ്സസ് ആണ് നമ്മൾ മണ്ണിൽ നിന്ന് സാധാരണ കാണുന്നത്. ഇതിൽ കൊളറാഡോ എന്ന് പറഞ്ഞ പ്രദേശത്ത് നിന്ന് കിട്ടുന്നതുകൊണ്ടാണ് കാർണോറ്റൈറ്റ് എന്ന് പറയുന്നത്. USA നിന്ന് കിട്ടുന്ന വനേഡിയത്തിനെ റോസ്കോയിലൈറ്റ് എന്ന് പറയുന്നു. അരിസോണ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് കിട്ടുന്നതിനെ വാനാഡൈറ്റ് എന്ന് പറയുന്നു. മെക്സിക്കോയിൽ നിന്നാണെങ്കിൽ പാട്രോണൈറ്റ് എന്ന് പറയുന്നു. ഈ വാനേഡിയം തന്നെ ഇങ്ങനെ 4, ഇത് ഒറിജിനലായിട്ടും വാനേഡിയത്തിൻ്റെ ഓരോ സാധനം തന്നെയാണ്. അതിൻ്റെ അലോട്രോപ്സ് അല്ലെങ്കിൽ ഇത് മറ്റു പാർട്ട് ചേർന്നവയല്ല, പ്യുവർ സോഴ്സ് തന്നെയാണ്. പിന്നെ സം ഫോസ്ഫേറ്റ്സ്, റോക്സ് ആൻഡ് അയൺ ഓഴ്സ് ആർ ആൾസോ ഫൗണ്ട് പ്രസൻറ്റ്. ഫോസ്ഫേറ്റിൻ്റെ പാറകളിൽ നിന്നും പിന്നെ അയണിൻ്റെ കൂടി ചേർന്നും ഈ വനേഡിയം കാണുന്നുണ്ട്. ക്രൂഡ് ഓയിലിലും ഉൽക്കകളിലും ഈ മെറ്റീരിയോട്ടിൽ, ഇത് ക്രൂഡ് ഓയിൽ ആൻഡ് മീറ്റിയറൈറ്റ്സ്. ഈ മെറ്റീരിയലൈറ്റ്സ് സാധാരണ എന്ന് പറഞ്ഞാൽ ഉൽക്കകളിൽ നിന്ന് വരുന്നതാണ്. ഭൂമിയിൽ ഉൽക്ക പതിച്ചിട്ടും ഇങ്ങനെയുള്ള മെറ്റൽസിൻ്റെ ഒരു രൂപാന്തരം വരുന്നുണ്ട്. നമുക്ക് ഒരു ഘടന നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട്. ഘടനാപരമായിട്ടുള്ള ചേഞ്ചസ് മണ്ണിൽ നിന്നുള്ള മറ്റ് എലിമെൻസിലേക്ക് ചേഞ്ചസ് വരാറുണ്ട്. അത് ശക്തമായിട്ടുള്ള പ്രഷറിലും ശക്തമായ ഹീറ്റാണ് അവയിൽ നിന്ന് വരുന്നത്. ഇവിടെ റേഡിയേഷനും ഇങ്ങനെയുണ്ട്, ചേഞ്ചസ് വരാറുണ്ട്. എന്തായാലും അവയിൽ തന്നെ കാണപ്പെടുന്ന എലിമെൻറ്റ്സ് കുറച്ചുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ വെനേഡിയം. 9th ആണ് എബണ്ടൻസ് എന്ന് പറയുന്ന 9th ആണ്. സെക്കൻഡ് നമ്മുടെ അലൂമിനിയം, ഇതേപോലെ സിലിക്ക, ഇങ്ങനെയുള്ള എലിമെൻറ്റ്സ് ഒക്കെ ഫസ്റ്റിൽ വരുന്നതാണ്. അതേസമയം 9th എബണ്ടൻസ് എർത്ത് ക്രസ്റ്റിൽ 9th ആയിട്ട് കാണുന്നതാണ് ഈ
വെനേഡിയം. പ്രൊഡ്യൂസിങ് റസ്റ്റ് റെസിസ്റ്റന്റ് ആൻഡ് ഹൈ സ്പീഡ് ടൂൾസ് ആണ്. നല്ല സ്പീഡിൽ പോകുന്ന വാഹനങ്ങൾ, മറ്റ് ഗതിയിലുള്ള മെഷീൻസ്, പിന്നെ സ്റ്റീല്, കണ്ടക്റ്റീവായിട്ടുള്ള നല്ലൊരു മാഗ്നറ്റ് നിർമ്മിക്കുന്നതിന് ഒക്കെയാണ് സാധാരണ വെനേഡിയം ഉപയോഗിക്കുന്നത്. വളരെ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിന് മാത്രമല്ല, ഇത് റസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. ക്രൂഡ് ആൻഡ് റസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. ഇത് ഈസ് ആൾസോ എ ടോക്സിക് മെറ്റൽ ഫോർ ഹ്യൂമൻ ബീങ്സ്. നമുക്ക് ഭക്ഷണത്തിലൂടെ ഒന്നും ഈ വെനേഡിയം ആവശ്യമുള്ളതല്ല. വളരെ മൈന്യൂട്ടായിട്ട് പോലും ഇത് പോയിസണസ് ആണ്. ഹോമിയോപ്പതിയിൽ വെനേഡിയത്തിന്റെ ആക്ഷൻ എന്താണ് നോക്കാം. ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. ആക്ട്സ് ആസ് ഓക്സിജൻ കാരിയർ ആൻഡ് കാറ്റലൈസർ. എല്ലാ എലിമെന്റ്സും, മെറ്റൽസ് മിക്കവാറും കാറ്റലൈസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ എലിമെന്റ്സ് സാധാരണ എല്ലാം വർക്ക് ചെയ്യുന്നതും കാറ്റലൈസ് ആണ്. മെറ്റൽസ് മിക്കവാറും ഹൈ ആയിട്ടുള്ള എൻസൈമാറ്റിക് ഹോർമോണൽ എല്ലാ ആക്ഷനിലെ പാത്വേസിലെല്ലാം കാറ്റലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്സിജൻ കാരിയർ ആയിട്ട് ഈ വെനേഡിയത്തിനെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. ഹെൻസ് ഇറ്റ് ഇസ് വേസ്റ്റിംഗ് ഡിസീസസിൽ അത് സാധാരണയായിട്ട് അത് കൊണ്ട് കൊടുക്കുന്നു. പിന്നെ ഇറ്റ് ഇൻക്രീസസ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ്റെ ഇത് നിർമ്മിക്കുന്നു. ടോക്സിൻസുമായിട്ട് ചേർന്ന് ടോക്സിൻസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു എലിമെൻ്റ് ആണ് വെനേഡിയം. ബോഡിയിൽ മറ്റ് ടോക്സിൻസ് വരികയാണെങ്കിൽ, നിക്കൽ, കോബാൾട്ട് ഇതിനൊക്കെ വരികയാണെങ്കിലും അതുപോലുള്ള മെറ്റൽസിനും ഈ ടോക്സിൻസിനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് നമ്മൾ വെനേഡിയം ഉപയോഗിക്കുന്നുണ്ട്. ഫാഗോസൈറ്റോസിസിനെ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് മിക്കവാറും ഇതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്റ്റേറ്റ്. അതായത് ഫാഗോസൈറ്റസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഫാഗോസൈറ്റോസിസ് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് ഈ ടോക്സിൻസിനെ റിമൂവ് ചെയ്യുന്നതിന് വെനേഡിയം ഹെൽപ്പ് ചെയ്യുന്നു. ഡീജനറേറ്റീവ് കണ്ടീഷൻസ് ഓഫ് ലിവർ ആൻഡ് ആർട്ടറീസ്. ലിവറിൻ്റെയും ആർട്ടറീസിൻ്റെയും ഡീജനറേറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഈ വെനേഡിയം ഹെൽപ്ഫുള്ളാണ്. അനോറെക്സിയ, gastrointestinal irritation, albuminuria and hematuria are the other symptoms. വെനേഡിയത്തിന് ട്രീറ്റബിൾ ആയിട്ടുള്ള കേസസ് ആണ് ഇത്. അതേസമയം വെനേഡിയത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിംറ്റംസും ആണ് ഇത്. ഈ ഹിമച്യൂറിയ, ഇറിറ്റേഷൻ, ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ ഇറിറ്റേഷനും ആൽബുമിനൂറിയ. ദെൻ ടോണിക് ഫോർ ഡൈജസ്റ്റീവ് ഫങ്ഷൻ ആൻഡ് ഇൻ ഏർലി ടി ബി. ഇത് ഓൾഡ് കേസിലെ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്. ഡൈജസ്റ്റീവ് ഫങ്ഷന് ഒരു ടോണിക്കായിട്ടും വെനേഡിയം ഉപയോഗിച്ചിരുന്നു. ഫാറ്റി ഹാർട്ട്, അതെറോമ ഓഫ് ആർട്ടറീസ് ഓഫ് ബ്രെയിൻ ആൻഡ് ലിവർ, ഇതെല്ലാം ഇതിൻ്റെ ഒരു ഉപയോഗങ്ങളാണ്. അപ്പോൾ വെനേഡിയം മാത്രമേ ഉള്ളൂ, ഒരു പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഹോമിയോപ്പതി നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ഫെറമെറ്റാണ്. ഫെറം എല്ലാവർക്കും അറിയാം, അയണാണ്. അറ്റോമിക് നമ്പർ 26 ഫെറമെറ്റ്. ഡോക്ടറെ ഫെറമെറ്റ് ഒന്ന് കൊണ്ടുവരാം മുകളിലോട്ട്. ഹലോ, ഫെറമെറ്റ് സിമ്പിൾ FE എല്ലാവർക്കും അറിയാം. ഫെറം അറ്റോമിക് വെയിറ്റ് 55.847, മെൽറ്റിംഗ് പോയിന്റ് 1538 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. ബോയിലിംഗ് പോയിന്റ് 2861. ഇതിപ്പോൾ 4000 BC മുതലേ സുമേറിയനിലും ഈജിപ്ഷ്യൻ സംസ്കാരത്തിലും ഈ അയൺ ഉപയോഗിച്ചിരുന്നതായിട്ട് കാണുന്നു. 4000 BC-ക്ക് 4000 ഇറ്റ് ഈസ് എ ഹാർഡ് മെറ്റൽ. ഇത് ഈസിലി മാഗ്നറ്റൈസ് ടു ഓർഡിനറി ടെമ്പറേച്ചർ. സാധാരണ ടെമ്പറേച്ചറിൽ മാഗ്നറ്റൈസ് ചെയ്യുന്ന ഒരു അനേകം മെറ്റൽസ്, 2-3 മെറ്റൽസ് അലോയ്സ് ഒക്കെ ഉണ്ടെങ്കിലും സാധാരണ അയൺ മാത്രമാണ് പെട്ടെന്ന് മാഗ്നറ്റൈസ് ചെയ്യുന്നത്. മാഗ്നറ്റൈസ് ചെയ്യാനായിട്ട് നോർമൽ ടെമ്പറേച്ചർ. പക്ഷേ ഹീറ്റ് കൂടുന്നതോറും ഇതിൻ്റെ മാഗ്നറ്റൈസിങ് കപ്പാസിറ്റി കുറഞ്ഞു വരികയും 490 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഇതിൻ്റെ മാഗ്നറ്റിക് പവർ ലോസ് ആവുകയും ചെയ്യും. മാഗ്നറ്റിക് പ്രോപ്പർട്ടി ലോസ് ആവുന്നുണ്ട് 490 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള, ഞാൻ മുമ്പ് ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ, ഇവയുടെ അറ്റോമിക് ആയിട്ടുള്ള ഓറിയൻറ്റേഷനും അവയുടെ വൈബ്രേഷണി സ്റ്റേറ്റിലും എലിമെൻസിന് വരുന്ന ചേഞ്ചസിൽ ഈ 490 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഈ അയൺ മാത്രമല്ല മറ്റ് മെറ്റൽസും ഇതേപോലെ ചില സ്റ്റഡി കാണാൻ കഴിയും. ഹയർ ടെമ്പറേച്ചറിലും ലോവർ ടെമ്പറേച്ചറിലും മെറ്റൽസ് പല വിധത്തിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ അയണിനെ സംബന്ധിച്ചിടത്തോളം മെറ്റാലിക് ആയിട്ടുള്ള ഓറിയൻറ്റേഷൻ ആൻഡ് ദ വൈബ്രേഷണൽ സ്റ്റേറ്റ് ഓഫ് ദി മോളിക്യൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാഗ്നറ്റിക് പവർ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഒരു മാഗ്നറ്റ്. ഇന്ന് നമ്മൾ മാഗ്നറ്റും ഇലക്ട്രിസിറ്റി ഇത് രണ്ടുമാണ് എല്ലാ യൂട്ടൻസിൽസിലും നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ മാഗ്നറ്റിക് വേൾഡ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇലക്ട്രോണിക് യുഗത്തിൽ ചിലപ്പോൾ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ മാഗ്നറ്റിനെയും കൂടി മാറ്റി വെച്ചുകൊണ്ട് മറ്റൊന്ന് വന്നേക്കാം. ഇപ്പോഴും നമ്മളെ മൊബൈലിലും എല്ലാം മാഗ്നറ്റിൻ്റെ ഇലക്ട്രോണിക് ആയിട്ടുള്ള വർക്ക് തന്നെ ചെയ്യുന്നത്. ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് മുഴുവൻ മാഗ്നറ്റും ഇലക്ട്രിസിറ്റി മാത്രമായിട്ട് ചെറുതായിരുന്നേ ഉള്ളൂ. അവരുടെ കുറച്ച് ചെറിയ മെറ്റൽസ് എലിമെൻസും ഒക്കെ മാറ്റിയപ്പോൾ മാറി. അതൊക്കെ തന്നെയാണ് ജെറേനിയം, സിലിക്കൺ, ഇതുപോലുള്ള എലിമെൻസ്
ഉപയോഗിക്കുന്നത് കൊണ്ട് അവയുടെ ക്വാണ്ടിറ്റി കുറച്ച് മതി എന്നുള്ളത് കൊണ്ട് ഇലക്ട്രോൺസ് ഒക്കെ വളരെ വിപുലമായി മാറി. എന്നാലും വലിയ രീതിയിൽ ഈ മാഗ്നറ്റും ഇലക്ട്രിസിറ്റി തന്നെയാണ് നമ്മുടെ ഇടയിൽ നിന്നുള്ളത്. മാഗ്നറ്റ് ആൻഡ് സിലിക്കോൺ ഇലക്ട്രിസിറ്റി. ഇനി ഈ അയൺ തന്നെ 3 തരത്തിലെ നാച്ചുറലുണ്ട്. ഒന്ന് ആൽഫ, പിന്നെ രണ്ടാമത്തെ ഗാമ, മൂന്നാമത്തെ ഡെൽറ്റയാണ്. ബീറ്റ അല്ല. ആൽഫ, ഗാമ, ഡെൽറ്റ. നമ്മൾ സാധാരണ ആൽഫ കഴിഞ്ഞാൽ ബീറ്റ ഏതാണ് പറയുന്നത്. ആൽഫ, ഗാമ, ഡെൽറ്റ എന്ന് പറയുന്നത് 910 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഇരിക്കുന്ന ആൽഫ ഗാമ സ്റ്റേറ്റിലേക്ക് മാറും. ഗാമ അയണായിട്ട് മാറും. 1400 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടാക്കുമ്പോഴേക്കും ഇത് ഡെൽറ്റ സ്റ്റേജിലേക്ക് മാറും. 1538 ഡിഗ്രി സെന്റിഗ്രേഡിൽ മെൽറ്റ് ചെയ്യും. 2861 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഇത് ഹീറ്റ് എന്ത് ചെയ്യുന്നു, ബോയിൽ ചെയ്യുന്നു. നമുക്ക് അടുത്ത് നോക്കാം. അയൺ ഈസ് ആക്റ്റീവ് ആൻഡ് കമ്പൈൻ വിത്ത് ഓൾ ഹാലജൻസ്. നമ്മുടെ ഈ ഹാലജൻസ് ഏതൊക്കെയാണ്? ഹൈഡ്രജൻ ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ഇതെല്ലാമാണ് ഹാലജൻസ്. ആക്റ്റീവ് കെമിക്കൽസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഹാലജൻസിനെ കുറിച്ച് പറയും. ഹാലജൻസുമായിട്ട് റിയാക്ട് ചെയ്യാത്ത ഒന്നും തന്നെ കാണില്ല. വളരെ ഹൈലി റിയാക്റ്റീവാണ്. പക്ഷേ മെറ്റൽസ് ഉണ്ട്, റിയാക്ട് ചെയ്യാത്തവയുണ്ട്. ഈ അയൺ ഹാലജൻസുമായിട്ട് ഡയറക്റ്റായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഫോസ്ഫറസ്, കാൽസ്യം, സിലിക്കൺ, സൾഫർ ഇവയുമായിട്ട് വളരെ പെട്ടെന്ന് അയൺ കമ്പൈൻ ചെയ്യും. പിന്നെ ഫെറിക് ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു സാധനമായിട്ട് അയൺ എപ്പോഴും കൺവേർട്ട് ചെയ്യാറുണ്ട്, ഓക്സിജനുമായിട്ട് ചേർന്ന്. ഫെറിക് ഓക്സൈഡ്. റസ്റ്റ് എന്ന് പറയുന്നത് വാട്ടറുമായി ചേർന്ന ഒരു ഫെറിക് ഓക്സൈഡാണ്. ഈ ഇലക്ട്രിക്കൽ റിയാക്ഷനാണ് യഥാർത്ഥത്തിൽ നടക്കുന്ന ഈ റസ്റ്റിംഗ് എന്ന് പറയുന്നത്. തുരുമ്പിക്കൽ. എന്താണ് തുരുമ്പിക്കൽ? വാട്ടർ ഒരു ഇലക്ട്രോലൈറ്റായിട്ട് പ്രവർത്തിച്ചിട്ട് അതിൽ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങനെ പോയി അത് തുരുമ്പിച്ച് റസ്റ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഒരു ഇലക്ട്രിക്കൽ റിയാക്ഷനാണ് യഥാർത്ഥത്തിൽ മണ്ണിൽ നടക്കുന്നത്. അപ്പോൾ മണ്ണിൽ കുറച്ച് ഇലക്ട്രോൺസ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, ഇത് റസ്റ്റ് ചെയ്യുന്നത്. അയണിൻ്റെ റസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് റസ്റ്റ് ഇല്ലാതിരിക്കാനായിട്ട് നൈട്രിക് ആസിഡിൽ ജസ്റ്റ് ഡൈല്യൂട്ട് ആയിട്ടുള്ള നൈട്രിക് ആസിഡിൽ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല പച്ചിരുമ്പ് കുറേ നാള് എന്ത് വരില്ല, റസ്റ്റ് ഇല്ലാതിരിക്കും. കാരണം മുകളിൽ ഒരു ചെറിയ കോട്ടിങ് വരുന്നുണ്ട്. അത് വീണ്ടുള്ള ഫർദർ കൊറോഷനെ അത് പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അയൺ എപ്പോഴും അയണിന് ഇങ്ങനെ ഒരു ഗുണമുണ്ട്. നാച്ചുറലി അയൺ കാണുന്നത് നിക്കലുമായി ചേർന്നും കൂടെയാണ്. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഓറ്, അയിര് എന്ന് പറയുന്നത്, ഈ അയണിൻ്റെ അല്ലെങ്കിൽ ലോഹങ്ങളുടെ എല്ലാം അയിരെന്ന് പറയുന്നത് ഹെമറ്റൈറ്റ് ആണ് അയണിൻ്റെ. അനിമൽസിലും നമ്മുടെ പ്ലാന്റ്സിലും വാട്ടർ പ്ലാന്റ്സിലും ഉൾപ്പെടെ നമുക്ക് അയൺ ഉണ്ട്. ഭൂമിയിൽ ജീവജാലങ്ങളിലും കൂടുതലായിട്ടും കാണുന്നതും ഈ അനേകം മെറ്റൽസ് ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ടവ അനിമൽസിൽ ഈ അയണാണ് നമുക്കറിയാം. ഹീമോഗ്ലോബിൻ ഉള്ള അനിമൽസിലെല്ലാം അയണാണ് കൂടുതലുണ്ട്. വാട്ടർ പ്ലാന്റ്സിലും അനിമൽസ് ഉണ്ട്. നമുക്ക് ശരീരത്തിൽ ഇപ്പം ജിജനത്തിലും വിലിയത്തിലും ഒക്കെ ഈ അയണിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനലായിട്ടുള്ള അബ്സോർപ്ഷനിൽ ഫെറിക് ക്ലോറൈഡ് ആണ്, ഫെറസ് സൾഫേറ്റ് ഒക്കെയാണ് നമ്മുടെ ബോഡിയിൽ അബ്സോർപ്ഷന് വേണ്ടി സഹായിക്കുന്നത്. ഫെറിക് ക്ലോറൈഡ് ഡാർക്ക് ഗ്രീൻ ലസ്റ്റർസ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് ഫെറിക് ക്ലോറൈഡ്. ഇതിനെ ക്ലോറിനുമായിട്ട് ചേർന്ന് ക്രിസ്റ്റൽസ് ഹീറ്റ് ചെയ്യുമ്പോഴാണ് കിട്ടുന്ന ക്രിസ്റ്റൽസാണ്. അയൺ ക്ലോറിനുമായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്രിസ്റ്റലാണ് ഫെറിക് ക്ലോറൈഡ്. ഇത് മെഡിസിനിൽ ഉപയോഗിക്കുന്ന ഫെറം അല്ലെങ്കിൽ അയണിനെ ആൽക്കഹോളിക് സൊല്യൂഷൻ ഓഫ് ദ അയൺ ആണ് സാധാരണ മെഡിസിനിൽ ഉപയോഗിക്കുന്ന ആൽക്കഹോളിക് സൊല്യൂഷൻ ഓഫ് അയൺ. അതിന് കാരണം പറയുന്നത് ടിഞ്ചർ ഓഫ് അയൺ എന്നാണ്. ഈ അയണിന് ഈ പേര് കിട്ടിയത് എങ്ങനെയാണ്? ഒയ്സാൻ എന്നാണ്, അയൺ എന്നല്ല, ഒയൺ എന്നാണ്. ഒയൺ എന്താ മീൻസ് ഫോളിങ് ഫ്രം സ്കൈ, ആകാശത്തുനിന്ന് വീഴുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഇരുമ്പിനെ പേരിട്ടിരിക്കുന്നത്. എന്നാൽ ഭൂമിയിൽ നേരിട്ട് കാണുന്നതിന് തുരുമ്പായിട്ടെങ്കിലും ഭൂമിയിലെ കല്ലുകളിലെല്ലാം സാധാരണ നോക്കിക്കഴിഞ്ഞാൽ അയൺ നമുക്ക് കാണാം. അങ്ങനെയുള്ള മെറ്റലുമാണ്. സാധാരണ മെറ്റൽസിനെ നമുക്ക് അറിയാം അവയുടെ ടേസ്റ്റ്, വാട്ടർ ടേസ്റ്റ് ഒക്കെ. എന്നിട്ട് പോലും അവയുടെ പേര് ഇതിന് വന്നിരിക്കുന്നത് ഫോളിങ് ഫ്രം സ്കൈ എന്നാണ്. കാരണം മെറ്റീരിയൽസിനെ അവർ വായിച്ചു. കൂടുതലായിട്ട് മെറ്റീരിയൽസ് നോക്കുമ്പോൾ അവയുടെ സ്ട്രെങ്തും കടുപ്പവും ഒക്കെ കാണുന്നത് ഉരുക്ക് അത് കാണാൻ അറിഞ്ഞിട്ടായിരുന്നു. അത് വരുമ്പോൾ ആ കാലത്ത് ആ ഉരുക്കിനെ കുറിച്ച് അറിയാൻ വയ്യെങ്കിലും ഉരുക്കാണ് എന്നവർക്കറിയാം, ഇത് അയണാണെന്ന് അറിയാം. അങ്ങനെയാണ് ഉൽക്കകളിൽ നിന്നുള്ള പേര് ഫോളിങ് ഫ്രം സ്കൈ, ആകാശത്തുനിന്ന് വീഴുന്ന ഉൽക്കകളുടെ പേരാണ് അയൺ. എന്നത് ജർമ്മൻ നെയിമാണ് എയ്സൻ എന്നാണ് ജർമ്മൻ നെയിം. ലാറ്റിനാണ് ഫെറം. ഹോമിയോയുടെ ആക്ഷൻ നമുക്കറിയാം. ഫെറമെറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വീക്ക്നെസ് ഫ്രം മിയർ സ്പീക്കിംഗ് ഓർ വാക്കിംഗ്, ചെറുതായിട്ടൊന്നും നടക്കാൻ കൂടി കഴിയില്ല, അല്പം സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. പേപ്പറിന്റെ ആരെങ്കിലും പേപ്പർ എടുത്തൊന്നിങ്ങനെ ക്രാക്കിൾ ചെയ്താൽ അതുപോലും സഹിക്കാൻ വയ്യാത്ത ഇറിറ്റബിലിറ്റിയാണ് ഫെറമെറ്റിന്.
ലുക്കിംഗ് സ്ട്രോങ്, പക്ഷേ ആളിനെ കണ്ടാൽ നല്ല ചുവന്ന് തുടുത്ത് ഇരിക്കും. അത് സ്യൂഡോപ്ലിത്തോറ എന്നാണ് അതിന് പറയുന്നത്. അനീമിക് ആൻഡ് ക്ലോറോട്ടിക് പാലർ ഓഫ് സ്കിൻ ആൻഡ് ഫേസ് ആൾട്ടർനേറ്റീവ് വിത്ത് ഫ്ലഷസ്, ഇതിനാണ് സ്യൂഡോപ്ലിത്തോറ എന്ന് പറയുന്നത്. ഈ സ്യൂഡോപ്ലിത്തോറ ഉള്ള ആൾക്കാർക്ക് യഥാർത്ഥത്തിൽ അയണിൻ്റെ അളവ് വളരെ കുറവായിരിക്കും, പക്ഷേ നല്ല ചുവന്ന് തിളങ്ങുന്ന തീ പോലെ ഇരിക്കുന്നു. അത് ഈ അയണിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി ഓർഗാസം ഓഫ് ബ്ലഡ് ആണ് അതിൻ്റെ കാരണം. ഓഫ് ചെസ്റ്റ്, ഹെഡ്, ലങ്സ് എക്സെട്ര. ഓർഗാസം ഫ്ലാബി ആൻഡ് റിലാക്സ്ഡ് മസിൽസ് ആയിരിക്കും. അയണിൻ്റെ മസിൽസ്, അല്ലെങ്കിൽ ഫെർമെറ്റിൻ്റെ പേഷ്യൻസിൻ്റെ മസിൽസ് വളരെ റിലാക്സ്ഡ് ആയിരിക്കും. അപ്പോൾ തന്നെ നമുക്കറിയാം അതൊരു ഡെഫിഷ്യൻസി സ്റ്റേറ്റിലേക്കാണ് അയണിനെ നമുക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കോമ്പൗണ്ട്സ് നമ്മൾ സാധാരണ അയണിനായിട്ട് ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട്സ് ഫെറം അസറ്റിക്കം, ഫെറം നൈട്രിക്കം, ഫെറം ആഴ്സനിക്കം, ഫെറം പ്രോട്ടോക്സാലേറ്റം, ഫെറം ബ്രോമേറ്റം, ഫെറം സിട്രിക്, ഫെറം സയനേറ്റം, ഫെറം അയോഡേറ്റം, ഫെറം മാഗ്നറ്റിക്കം, ഫെറം ഫോസ്ഫോറിക്കം, ഫെറം മുറിയേറ്റിക്കം, ഫെറം പിക്രിക്കം, ഫെറം സൾഫ്യൂറിക്കം, ഫെറം പൈറോ ഫോസ്ഫോറിക്കം, ഫെറം ടാർട്ടാറിക്കം എന്നിവയാണ്. പിന്നെ കോംപ്ലിമെൻറ്റ്സ് ഞാൻ ഈ ബോർക്കിൽ നിന്ന് എടുത്തത് ചൈന അലുമിനിയം മാത്രമേ കാണുന്നുള്ളൂ. അതിൻ്റെ ബാക്കിൽ കുറേ കൂടുതലായിട്ടുണ്ട്. ആൻറ്റിഡോട്ട്സ് ആഴ്സും ഹെപ്പാറുമിൻ്റെ ആൻറ്റിഡോട്ട്സ് ആണ്. അടുത്തത് കോപ്പറാണ്. കോപ്പർ അറ്റോമിക് നമ്പർ 29. കോപ്പർ അറ്റോമിക് സിമ്പൽ CU നമുക്കറിയാം. അറ്റോമിക് വെയിറ്റ് 63.546. മെറ്റിംഗ് പോയിന്റ് 1084 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ബോയിലിംഗ് പോയിന്റ് 2562 2562 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, 2562. ഇൻ ഗ്രീക്ക് ടൈംസ് ദ മെറ്റൽ വാസ് നോൺ ബൈ ദ നെയിം ചാൾക്കോസ്. കോപ്പറിനെ പറഞ്ഞിരുന്ന പേരാണ് ചാക്കോസ്. ഇൻ റോമൻ ടൈം ഇറ്റ് ഈസ് നോൺ ആസ് സിപ്രിയം. അതായത് സൈപ്രസ് എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് കണ്ടതുകൊണ്ടാണ് സൈപ്രിയം എന്ന് പറയുന്നിരുന്നത്. കോപ്പറിൻ്റെ സിപ്രിയം എന്നും സൈപ്രിയം എന്നും പറയാം. കോപ്പർ ഈ ബ്രൗണിഷ് റെഡ് കളറാണ് ഇതിനുള്ളത്, നമുക്കറിയാം. ഇതാണ് ഒരു പക്ഷേ ഭൂമിയിൽ ആദ്യമായിട്ട് ഒരു ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ വേണ്ടി എടുത്ത മെറ്റൽ കോപ്പറാണ്, ഗോൾഡല്ല. നമുക്ക് എപ്പോഴും അറിയാം. അന്ന് ഇത് ഗോൾഡൊക്കെ എന്തുകൊണ്ട് എടുത്തില്ല എന്ന് ചോദിച്ചാൽ യൂട്ടൻസിൽ സാധാരണ ഒരു ആയുധത്തിനോ അല്ലെങ്കിൽ ഒരു ചെറിയ ആർട്ടിക്കിളിനോ കോപ്പറാണ് ഉപയോഗിച്ചിരുന്നത്, കോയിൻസിനൊക്കെ. ഇതിന് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി ഉണ്ട്, അതൊക്കെ അറിയാം. ഇലക്ട്രിസിറ്റി പെട്ടെന്ന് തന്നെ കണ്ടക്ട് ചെയ്യുന്ന ഒരു മെറ്റലാണ്. ഹീറ്റും അതുപോലെ തന്നെ. റെസിസ്റ്റൻസ് ടു കൊറോഷനാണ്. കൊറോഷൻ റെസിസ്റ്റ് ചെയ്യുന്നുള്ളതാണ് കോപ്പറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കോപ്പർ ക്ലാവ് പിടിക്കാറുണ്ട്. എന്താണ് ക്ലാവ്? കോപ്പർ സൾഫറുമായിട്ട് ചേർന്നിട്ടുള്ളായിരുന്നൊരു കോമ്പൗണ്ടാണ് കോപ്പർ സൾഫൈഡ്. അതാണ് ഈ ക്ലാവ് എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോ പ്ലേറ്റിങ്ങിന് ഈ കോപ്പർ ഉപയോഗിക്കുന്നുണ്ട്. ഹീറ്റിംഗ് ബോട്ടം ഓഫ് വുഡൻ ഷിപ്സ്. ഈ തടി ഉണ്ടാക്കുന്ന പണ്ടത്തെ കപ്പലുകൾ അല്ലെങ്കിൽ വെള്ളത്തിൽ ഉപയോഗിക്കുന്ന യാനങ്ങളിലെല്ലാം അടിവശത്ത് പൂശുന്നതിന് ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പ്ലേസ് ഇങ്ങനെ സപ്പോർട്ട്, അതായത് ഇതിൽ നിന്നുള്ള വാട്ടർ വരാതിരിക്കുന്നതിന് വേണ്ടി പുറമേ പൂശുന്നതിനാണ് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. അതിനുപയോഗിച്ചിരുന്നു. പിന്നെ ബ്രാസ് എന്ന് പറയുന്നത് എന്താണ്? സാധാരണ നമ്മളിപ്പോൾ ബ്രാസാണ് നമുക്ക് സാധാരണ ഈ ഓട് നമ്മുടെ ഇതിനെല്ലാം ഉപയോഗിക്കുന്നതാണ്. കോപ്പർ 80%, സിങ്ക് 70% ഉള്ളതാണ് ബ്രോൺസ് എന്ന് പറയുന്നത്. ഇനി കോപ്പറും സിങ്കും 10%, അതിനോട് ടിൻ കൂടി 10% ഉണ്ടെങ്കിൽ അതിന് എന്നെ ഞാനിവിടെ എഴുതിയിട്ടുള്ളത് തെറ്റിപ്പോയി. ഇങ്ങനെ അലോയിയാണ്, ഇങ്ങനെയുള്ള അലോയിയാണ് വേറൊരു പേര് പറയുന്നത്. ബ്രാസ് എന്ന് പറയുന്നതാണ് ഈ 80% കോപ്പറും 10% സിങ്കും 10% ടിന്നും, അതാണ്. അപ്പോൾ ബ്രോൺസ്, സിങ്ക്, ഇനി ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്? കുപ്രസ് എന്നും കുപ്രിക് എന്നും 2 ടൈപ്പിലുള്ള കോമ്പൗണ്ട്സ് ഉണ്ട്. കോപ്പർ സൊല്യൂഷൻസ് ഹാവ് ദ പവർ ഓഫ് ഡിസോൾവിങ് സെല്ലുലോസ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. പ്ലാന്റ്സിൻ്റെ സ്റ്റഡിക്ക് നല്ലതാണ്. ഡിസോൾവ് ചെയ്യുന്നുണ്ട്, സെല്ലുലോസിനെ ഡിസോൾവ് ചെയ്യുന്നതിന് കോപ്പറിനെ സൊല്യൂഷന് സാധിക്കും. അൽസോ പിഗ്മെന്റ്സിൻ്റെ ഫംഗിസൈഡായിട്ട് ബോഡോ മിക്സറിലെല്ലാം നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഇതാണ്. ധാരാളമായിട്ട് ബോഡോ മിക്സർ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് കോപ്പറിൻ്റെ. പിന്നെ കോപ്പർ സൾഫേറ്റ് നമുക്കറിയാവുന്നതാണ്. തുരിശ് കണ്ടമാനമായിട്ട് എപ്പോഴും വളരെ നാളുകൾക്ക് മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉപയോഗിച്ചിരുന്നതാണ് ഈ നല്ല നീല തുരിശ്. നീല നിറമാണ് അതിന്. ഇൻസെക്ടിസൈഡ് പാരിസ്ക്രീൻ എന്ന് പറയുന്നത് അതാണ്. ഇനി ഹോമിയോപ്പതിയിൽ നമ്മുടെ ഉപയോഗത്തിൽ നിന്നാണ്. സ്പാസ്മോഡിക് അഫക്ഷൻസ് ആണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. കൺവൾഷൻസ് ആൻഡ് എപ്പിലെപ്റ്റിക് അറ്റാക്സ്. കൺവൾഷൻ ബിഗിൻ ഇൻ ഫിംഗർ ആൻഡ് ടോസ്. മറ്റ് പല മെഡിസിൻസ് ഉണ്ടെങ്കിൽ ഏറ്റവും പ്രധാനം 1-2 മെഡിസിൻസേ ഉള്ളൂ. ഫിംഗർ ആൻഡ് ടോയിൽ നിന്നും തുടങ്ങുന്ന കൺവൾഷൻസ്. ഓറ
അല്ലെ ഇത് ഫിംഗറിലെ ടോയ്സിലും നിന്ന് വരുന്നത് പോലെ തന്നെ ഡിസപ്പിയർ ആൻഡ് അപ്പിയർ പീരിയോഡിക്കലി ഇൻ ഗ്രൂപ്പ്സ്. ഓരോ സിംറ്റംസും ഗ്രൂപ്പായിട്ട് വരികയും അവ അതേപോലെ തന്നെ അപ്പിയർ ചെയ്യുകയും ഡിസപ്പിയർ ചെയ്യുകയും ചെയ്യുന്നു. ഒരു സിംറ്റം അല്ല, 1, 2, 3 സിംറ്റംസ്. ഇപ്പോൾ ഇതിൻ്റെ ഈ ക്ലഞ്ച്ഡ് തമ്പ്, ഇപ്പോൾ കൺവൽഷൻസ് ഫിംഗറിൽ വരുന്നു. ഇങ്ങനെയുള്ള സിംറ്റംസ്, ഡയറിയ, ഒരു കോപ്പറിൻ്റെ കോളറയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കുപ്രമേറ്റിൻ്റെ. അപ്പോൾ അതൊക്കെ സിംറ്റംസ് ആണ്. ഈ സിംറ്റംസ് ഒന്നിച്ച് വരികയും ഒന്നിച്ച് പോവുകയും ചെയ്യുന്ന ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് മറ്റ് സിംറ്റംസിലെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ വന്നിച്ച് പോകുന്നത് മറ്റേതെങ്കിലും മനസ്സിലുണ്ടോ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ടോണിക് സ്പാസംസും ഈ ഇതിൻ്റെ പ്രത്യേകതയാണ്. ഓറ ബിഗിൻസ് ഫ്രം നീ ആണ്, മുട്ടിൽ നിന്നാണ് ഇതിൻ്റെ ഓറ തുടങ്ങുന്നത് എപ്പിലെപ്റ്റിയുടെ. എന്നിട്ട് ഹൈപ്പോഗാസ്ട്രത്തിലേക്ക് ഉയർന്നു വരികയും പെട്ടെന്ന് തന്നെ പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആവുകയും ചെയ്യുന്നു. പിന്നെ ഫോത്തിങ് അല്ലെങ്കിൽ ഫ്രോമിങ്, ഈ പത ഇങ്ങനെ നുരയും വരിക, വീഴുക. നോസിയ എന്ന് പറയുന്നത് ഇപ്പിക്കാക്ക് പോലെ തന്നെ നോസിയ, ആഴ്സനിക്ക് പോലെ തന്നെ മറ്റെല്ലാ റെമഡിയും പോലെ ഈ 3 റെമഡിയാണ് ഇപ്പിക്കാക്ക്, കോപ്പർ, ആഴ്സനിക്ക്. ഇതിന് 3 നോസിയ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, കോപ്പറിൻ്റെ പ്രത്യേകതയാണ്. പെയിൻസ് ആർ അഗ്രവേറ്റഡ് മൂവ്മെന്റ് ആൻഡ് ടച്ച്. പിന്നെ മറ്റെന്താണ് കുപ്രം അസറ്റിക്കും, കുപ്രം ആഴ്സനിക്കും, കുപ്രം സൈനേറ്റം, ദെൻ കുപ്രം ഓക്സിഡേറ്റം നൈഗ്രം, കുപ്രം സൾഫൂരിക്കം. ഇവയൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് സിങ്ക്. ഈ സിങ്കിൻ്റെ അറ്റോമിക് നമ്പർ 30, അറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്നത് 65.35, സിമ്പൽ എന്ന് പറയുന്നത് ZN. ബോയിലിംഗ് പോയിന്റ് 907 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, മെൽറ്റിംഗ് പോയിന്റ് 419.5 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ക്രിസ്റ്റലൈനായിട്ടുള്ള ഒരു മെറ്റലാണ് സിങ്ക്. ഇതിൻ്റെ പ്രിൻസിപ്പൽ ഓർ എന്ന് പറയുന്നത് സൾഫൈഡ് സ്വാലറൈറ്റ് എന്നാണ്, ഒരു സൾഫൈഡാണ് സ്വാലറൈറ്റ്. കാർബണേറ്റ് ആയിട്ടുള്ള ഒരു കാർബണുമായിട്ട് ചേർന്ന ഒരു സാധനമുണ്ട്, അതിന് സ്മിത്തോസോണൈറ്റ് എന്നാണ് പറയുന്നത്. സിങ്കിൻ്റെ ഒരു ഓറാണ്, അയിരാണ്. സിലിക്കേറ്റ് ആയിട്ടുള്ള അയിരിനെ കലാമിൻ എന്ന് പറയുന്നത്, കലാമിൻ. സിങ്ക്, മാംഗനീസ്, അയൺ ഇവയുടെ ഓക്സൈഡുകളെ ഫ്രാങ്കിലിനൈറ്റ്, ഇവ 3 കൂടി ചേർന്നിട്ടുള്ള ഒരു ഓക്സൈഡിനെയാണ് ഫ്രാങ്കിലിനൈറ്റ്, അതൊരു ഓക്സൈഡാണ്. ഇതല്ല ഇതിൻ്റെ ഓര്, അയിര് എന്ന് പറയുന്നതാണ്. ഇനി സിങ്ക് ഈസ് അൺഅഫക്റ്റഡ് ബൈ ഡ്രൈ എയർ. സാധാരണ സിങ്ക് ഡ്രൈ എയറുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല, ഒരു എഫക്റ്റും ഇല്ല. എന്നാൽ മോയ്സ്ചറൈസ് ആയിട്ടുള്ള സിങ്ക് എപ്പോഴും എന്ത് ചെയ്യും, ചെറിയ ആയിട്ട് ഒരു ലെയർ ഓഫ് കാർബണൈറ്റ് ആണ് അതിൻ്റെ പുറത്ത് വരുന്നത്. ഈ സാധാരണ മെറ്റൽസ് എല്ലാം സൾഫൈഡോ മറ്റു മെറ്റൽസ് ആകുമ്പോൾ ഇതൊരു കാർബണൈറ്റ് ആണ് ചെയ്യുന്നത് സിങ്ക്. അതിന് പുറത്ത് വരുന്ന റെസ്റ്റ് എന്ന് പറയുന്നത് ഒരു കാർബണൈറ്റ് ആണ്. ഫർദർ കൊറോഷൻ പിന്നെ ഉണ്ടാവുകയില്ല സിങ്കിൻ്റെ. നമ്മൾ ഈ സിങ്കും കോപ്പറുമായിട്ട് ചേർത്ത് കെട്ടിയിട്ട് ഇലക്ട്രോലൈറ്റ്സും പിന്നെ ചേർത്ത് വരുമ്പോൾ തമ്മിലുള്ള ഗാൽവനൈസിങ് പവർ കാരണം അതിനകത്ത് ആ മെറ്റൽ നഷ്ടപ്പെടാതിരിക്കും, കോപ്പർ. അതിനൊക്കെ നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ പഠിക്കുന്നവർക്കറിയാം. അതിനുവേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. സിങ്ക് ഈസ് യൂസ്ഡ് വൈഡ്ലി ടു ഗാൽവനൈസ് അതർ മെറ്റൽ. അയൺ റസ്റ്റ് ആവാതിരിക്കാൻ സിങ്കുമായി ചേർത്ത് വയ്ക്കാറുണ്ട്. പിന്നെ കൊറോഷൻ ഉണ്ടാക്കുന്നില്ല. പെയിൻസിൽ, റബ്ബർ പ്രോഡക്ട്സിൽ, കോസ്മെറ്റിക്സിൽ, ഫാർമസ്യൂട്ടിക്കൽസ്, ഫ്ലോർ കവറിങ്സ്, പ്ലാസ്റ്റിക്സ്, പ്രിന്റിംഗ് ഇങ്ക്, സോപ്പ്, സ്റ്റോറേജ്, ബാറ്ററീസ്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഇലക്ട്രിക്കൽ എക്വിപ്മെന്റ്സ്, ഇതിലെല്ലാം സിങ്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്ക് സിങ്ക് വളരെ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം നാം എപ്പോഴും എന്നും കൈകാര്യം ചെയ്യുന്നവരാണ്. ഈ സിങ്കിൻ്റെ നമ്മുടെ ഹോമിയോപ്പത്തിക്കലായിട്ട് നമ്മൾ എത്രയോ ചെറിയ രീതിയിലാണ് സിങ്ക് ഉപയോഗിക്കുന്നത്. പക്ഷേ എത്രമാത്രം കൂടുതലായിട്ടാണ് സിങ്ക് കിട്ടുന്നത്? വളരെ മൈന്യൂട്ട് എമൗണ്ട്സ് മാത്രമാണ് സിങ്ക് നമുക്ക് ആവശ്യം. പക്ഷേ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു മെറ്റലാണ് സിങ്ക്. ഗ്രോത്ത് ഫാക്ടറാണ്. ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനും, ഞാൻ മുമ്പ് പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ സെക്ഷലായിട്ട് സെമൻ്റെ ആക്ടിവിറ്റി കൂട്ടുന്നതിനും സിങ്ക് വളരെ കൂടുതലുണ്ട്. സോ സ്റ്റെറിലിറ്റിയിലെല്ലാം സിങ്കിന് നല്ല പ്രാധാന്യമുണ്ട്. സിങ്ക് ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഗ്രോത്ത് റിട്ടാർഡായി പോകും. ഇപ്പോൾ തന്നെ ഓരോ അനിമലിന് നമ്മളിപ്പോൾ സിങ്ക് സാധാരണ കിട്ടുന്നതിൻ്റെ 50% മോർ ഫുഡ് കൊടുത്താലേ സിങ്ക് ഡെഫിഷ്യൻസി ഉള്ള ആഹാരം കൊടുക്കുന്ന അനിമലിനെ സംബന്ധിച്ചിടത്തോളം 50% ഇരട്ടി ഫുഡ് വേണ്ടി വരുന്നു സിങ്കിന്. അങ്ങനെ ഒരു സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിങ്ക് ഡെഫിഷ്യൻ്റ് അനിമൽസ് റിക്വയർ 50% മോർ ഫുഡ് ടു ഗെയിൻ ദ സെയിം വെയിറ്റ് ആസ് ആൻ അനിമൽ സപ്ലൈഡ് വിത്ത് സഫിഷ്യൻറ്റ് സിങ്ക്. പിന്നെ ഫ്രഷ്ലി ഫോംഡ് സിങ്ക് ഓക്സൈഡ് ഒരു ഗ്യാസാണ്. അതിങ്ങനെ ഇൻഹേൽ ചെയ്താൽ ഓക്സൈഡ് ഷേക്സ് എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് ഓക്സൈഡ് ഷേക്സ് അല്ല ഷേക്സ് എന്നാണ്, ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. സിങ്ക് ചിൽസ് എന്നും അതിന് പറയും. സിങ്ക് ചിൽസ് വരികയും സിങ്ക് ഓക്സൈഡിൻ്റെ ഒരു ഓക്സൈഡ് ഷേക്സ് എന്നാണ് അതിന് പറയുന്നത്. അതൊരു ഡിസീസാണ്. സിങ്ക് ചിൽസ് എന്ന് പറയുന്നതും ഒരു ഡിസീസ് സ്റ്റേറ്റാണ്. സിങ്ക് ഓക്സൈഡ് ഇൻഹെയിൽ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണ്. ഹോമിയോപ്പതിയിൽ നമ്മുടെ സിങ്കിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്?
സെറിബ്രൽ റിപ്രഷൻ ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. ദാറ്റ് ഈസ് ഫാഗ്, മെന്റൽ എബിലിറ്റി, ഫാഗ് വരുന്നു. ടിഷ്യൂസ് പെട്ടെന്ന് വേൺ ഔട്ട്, ദേ ആർ റിപ്പയർഡ് ഫാസ്റ്റർ ദാൻ ദേ ആർ റിപ്പയർഡ്. അതായത് നമുക്ക് റിപ്പയറബിൾ ആയിട്ടുള്ള ടൈമിങ്ങിന് മുമ്പായിട്ട് അത്രയും അതിനേക്കാൾ ഫാസ്റ്ററായിട്ട് ഇത് വേൺ ഔട്ട് ആയി പോകുന്നു. അതാണ് സിങ്കിന്റെ പ്രത്യേകത. പോയ്സണിങ് ഫ്രം സപ്രസ്ഡ് ഇറപ്ഷൻസ് ഓഫ് ഡിസ്ചാർജസ്. സപ്രസ്ഡ് ഇറപ്ഷൻസ് ഓഫ് ഡിസ്ചാർജസ് ഇത് മറ്റ് സിംറ്റംസ് സിങ്കിന്റെ ഒരു പ്രത്യേകതയാണ്. സപ്രസ്ഡ് ഇറപ്ഷൻസിൽ വരുന്ന ഡിസീസിനെല്ലാം സിങ്ക് നല്ലതാണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. സപ്രസ്ഡ് ഇറപ്ഷൻസ്, ദെൻ ടിഷ്യൂസ് ആർ വേൺ ഔട്ട് ഫാസ്റ്റർ ദാൻ ദേ ആർ റിപ്പയർഡ്, ദെൻ നെർവസ് സിസ്റ്റം ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഡിഫക്റ്റീവ് വൈറ്റാലിറ്റി, ഈ വൈറ്റാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിംറ്റമാണ് സിങ്കിന്റെ. ഇൻവെൻറ്റിങ് ബ്രെയിൻ പാരാലിസിസ് ആണ്. പീരിയഡ് ഓഫ് ഡിപ്രഷൻ ഇൻ ഡിസീസ്, സ്പൈനൽ അഫെക്ഷൻസ്, then twitchings are also muscle twitchings. Important. Pain as between skin and flesh. Skin and flesh in between. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സിങ്കിന്റെ ഒരു പ്രത്യേക സിംറ്റമാണ്. ഗ്രേറ്റ് റിലീഫ് ഫ്രം ഡിസ്ചാർജസ്, കൊറിയ ഫ്രം ഫ്രൈറ്റ് ഓർ സപ്രസ്ഡ് എറപ്ഷൻ. ഈ കൊറിയ ഇമ്പോർട്ടൻ്റ് സിങ്കിന്റെ സിംറ്റമാണ്. സപ്രസ്ഡ് എറപ്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള സിങ്കിന്റെ പ്രത്യേകതയാണ്. കൺവൽഷൻസ് വിത്ത് പെയിൽ ഫേസ് ആൻഡ് നോ ഹീറ്റ്, അത് കുപ്രത്തിനൊക്കെ സാധാരണ കാണുന്നതാണ്. എന്നാലും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫേസ് കൺവൽഷൻസ് വിത്ത് നോ ഹീറ്റ്. മാർക്ഡ് അനീമിയ ആൻഡ് പ്രൊഫൗണ്ട് പ്രോസ്റ്റേഷൻ. ഇറ്റ് കാസസ് ഡിസീസസ് ഇൻ RBC ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് RBC. അപ്പോൾ ആഴ്സനിക് പോയ്സണിങ്ങിന്, ആഴ്സനിക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിന് സിങ്കുമായിട്ട് വലിയ ബന്ധമുണ്ട്. അതുപോലെയാണ് RBC ഡിസ്ട്രക്ഷൻ ഇതിന് സിങ്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പങ്കുണ്ട്. റീപർക്കസ്ഡ് എറപ്റ്റീവ് ഡിസീസസ്, അത് ഞാൻ വീണ്ടും പറയുന്നത്, എറപ്റ്റീവ് ഡിസീസസിന്റെ വീണ്ടും വരുന്നതിന്. പിന്നെ ക്രോണിക് കേസസ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ സിംറ്റംസ്, ട്രംബ്ലിംഗ് കൺവൾസീവ്, ഇവിടെ തെറ്റിപ്പോയി സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, കൺവൾസീവ് ടിച്ചിങ്സ് ആൻഡ് ഫിഡ്ജറ്റി ഫീറ്റ്. ഈ ഫിഡ്ജറ്റി ഫീറ്റ് ശരിക്കും പറഞ്ഞാൽ സിങ്കിന് മാത്രമായിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴും കാലുകൾ ഇങ്ങനെ അടികൊണ്ടിരിക്കും. ഉറക്കത്തിലും ഈ കാലിങ്ങനെ അടിയാട്ടിരിക്കുന്നത് ഈ സിങ്കിന്റെ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ്. തണുത്ത കാലുമായിരിക്കും, കോൾഡ് ഫീലിംഗ്, ഗൈഡിങ് സിംറ്റം ആയിട്ടുള്ളതാണ്. മെന്റൽസിലുമായി ബന്ധപ്പെട്ടാണ് ഈ ഫിഡ്ജറ്റി വരുന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. സിങ്ക് അസറ്റിക്കം, സിങ്ക് ആഴ്സ്, സിങ്ക് ബ്രോമേറ്റം, സിങ്കം കാർബ്, സിങ്കം സയനേറ്റം, സിങ്കം മ്യൂറിയാറ്റിക്കം, സിങ്കം ഓക്സിഡേറ്റം, സിങ്കം ഫോസ്ഫോറിക്കം, സിങ്കം പിക്രിക്കം, സിങ്കം സൾഫൂറിക്കം, സിങ്കം വെലേറിയാനം. ഇതൊക്കെയാണ് നമ്മുടെ സിങ്കിന്റെ മറ്റ് കോമ്പൗണ്ട്സ് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അടുത്തത് ഇറിഡിയമാണ്. ഇറിഡിയം എന്ന് പറയുന്നത് വളരെ ലേറ്റ് ആയിട്ടുള്ള ഒരു 77 അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 77ആണ്. ഇതിന്റെ അറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്നത് 192.22. മെൽറ്റിംഗ് പോയിന്റ് 2446, ബോയിലിംഗ് പോയിന്റ് 4428ആണ്. 2400 ബോയിലിംഗ് പോയിന്റ് ആണ്. ഐറിസിൽ നിന്ന് ആണ് ഇതിന്റെ ഒരു പേര്. ഐറിസ് എന്നുള്ള വാക്കിൽ നിന്നാണ്. റെയിൻബോ എന്നാണ് മീനിങ്. ബിക്കോസ് ഓഫ് ദി സാൾട്ട് ഇറിഡിയത്തിന്റെ ഈ സാൾട്ട് ലവണങ്ങൾ വളരെ നല്ല ഡിഫറെന്റ് ആയിട്ട് ഹൈലി കളേർഡ് ആണ്. സ്ലൈഡ് മാറിയിട്ടില്ലേ? ഇറിഡിയം ഒന്ന് കാണിക്കണേ. സിങ്ക് കഴിഞ്ഞു. നെക്സ്റ്റ് ഇറിഡിയം. ഇത് പ്ലാറ്റിനം ഫാമിലിയിൽ വരുന്ന ഒരു മെറ്റലാണ് ഇറിഡിയം. വളരെ സ്ട്രോങ് ആണ്. ഫൗണ്ട് ടെന്നന്റ് എന്ന് പറയുന്ന ഒരാളാണ് ഇത് 1803 ഇറിഡിയം കണ്ടെത്തിയത്. വളരെ കൂടുതൽ കൊറോഷൻ റെസിസ്റ്റന്റ് ആണ്. ഈ പ്ലാറ്റിനം പോലെ തന്നെ ടങ്സ്റ്റൺ ഇതൊക്കെ പോലെ കൊറോഷൻ ഇല്ലാതാകുന്ന ഒരിക്കലും വരാത്ത നല്ല മെറ്റൽസ് ആണ്. മെറ്റലിൽ പെട്ടതാണ് ഈ ഇറിഡിയം. സ്റ്റാൻഡേർഡ് മീറ്റർ ബാർ നമ്മുടെ പാരീസിലുണ്ടെന്ന് നമുക്കറിയാമല്ലോ. മീറ്ററിൻ്റെയും അതായത് സ്കെയിൽസ് മറ്റേ സ്റ്റാൻഡേർഡ് സിസ്റ്റംസിൽ നമ്മുടെ മീറ്റർ, സെൻറ്റിമീറ്റർ, അതുപോലെ മീറ്റർ ബാർ സൂക്ഷിച്ചിട്ടുണ്ട് പാരീസിൽ. അതിനെ കെപ്റ്റ് ചെയ്യുന്നതിന് വളരെ മാറ്റി വെച്ചു എന്നൊക്കെ പറയാം. ലേറ്റസ്റ്റ് അങ്ങനെ ന്യൂസൊക്കെ കേട്ടില്ലേ. ഇറിഡിയമാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഒരിക്കലും ഇത് എന്ത് ചെയ്യുന്നില്ല, വളരെ എളുപ്പമൊന്നും ഇതില്ലാതായി പോകുന്നില്ല. കൊറോഷനൊന്നും വരാത്ത ഒരു മെറ്റലാണ് ഇത്. അക്വറീജിയയിൽ എനി ഓഫ് ദ ആസിഡ്സ്, അക്വറീജിയ പോലും എന്ത് അറിയുന്നില്ല, ഈ ഇറിഡിയം മെറ്റൽ റിയാക്ട് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഇറിഡിയത്തിന്റെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് നോക്കൂ. അക്വറീജിയയിലോ മറ്റ് ആസിഡ്സിലോ ഒന്നും അലിയാത്തത് സോഡിയം ക്ലോറൈഡിന്റെയും സോഡിയം സയനൈറ്റിന്റെയും മോൾട്ടൺ ആയിട്ടുള്ള സാൾട്ടിൽ ഇത് ഇല്ലാതായി പോകും. ഇറിഡിയം ഇത് ആക്ട് ആസ് എ കാറ്റലിസ്റ്റ് ആണ്. ഒരു കാറ്റലിസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ബോഡിയിൽ ഇറിഡിയം ഉപയോഗിക്കുന്നത്. ഇതിന് ഹോമിയോപ്പതിസിറ്റി എന്താണ്? നമ്മുടെ ഹോമിയോപ്പതിയിൽ ഇറിഡിയത്തിന്റെ ഇൻഡസ്റ്റിനൽ, അവിടെയും മിസ്റ്റേക്ക് ഉണ്ട്, ഐ ഒക്കെ പോയി ഇൻഡസ്റ്റനൽ എന്നാണ് പറയുന്നത്. പ്യൂട്രിഫാക്ഷൻ ആൻഡ് സെപ്റ്റിസീമിയ.
ഇറിഡിയം നല്ല പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. ഇൻക്രീസ് RBCs ആൻഡ് സോ ഇൻ അനീമിയ. ഇറിഡിയം നമ്മൾ ബോറക്കിലുണ്ടോ എടുത്ത് വായിച്ച് നോക്കി അറിയാം, ഒരുപാട് സിംറ്റംസ് ഉണ്ട്. ഇൻക്രീസ് RBCs ആൻഡ് അനീമിയ. എപ്പിലെപ്സി, ലൂപ്പസ്, റൂമാറ്റിസം ആൻഡ് ഗൗട്ട്, ഇതെല്ലാം ഇറിഡിയത്തിന്റെ സിംറ്റംസ് ആണ്, ക്യൂറബിൾ സിംറ്റംസ് ആണ്. യൂട്രൈൻ ട്യൂമേഴ്സ് ആൻസ്. സ്പൈനൽ പാരസിസ്, എക്സേഷൻ ആഫ്റ്റർ ഡിസീസസ്. അതുകൊണ്ട് ഇത് എന്തായിട്ട് എടുക്കാം? ആസ് എ അഡിറ്റീവ് നമുക്ക് ഇപ്പോൾ ഡിസീസൊക്കെ കഴിഞ്ഞിരിക്കുന്നവർക്ക് ഒരു ക്രോണിക് ആയിട്ട് ഒരു സിംറ്റം 1-2 ഡോസ് ഒരു പക്ഷേ ഇറിഡിയം ഹെൽപ്പ് ചെയ്യും. വീക്ക് ലിംഡ് പ്യൂണി ചിൽഡ്രൻ ഗ്രോ ടു ഫാസ്റ്റ്. വീക്കായിട്ടുള്ള കുട്ടികൾ പെട്ടെന്ന് വളരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. പ്യൂണി ആയിരിക്കും, വീക്ക് ലിംഡ് ആയിരിക്കാം, പക്ഷേ ചിൽഡ്രൻ ഗ്രോ ടു ഫാസ്റ്റ് കൂടെയാണ്. നെഫ്രൈറ്റിസ് ഇൻ പ്രഗ്നൻസി. ഇത് ഇത്രയുമാണ് ഇറിഡിയത്തിന്റെ സിംറ്റംസ്. അടുത്തത് നിക്കലാണ്. നിക്കൽ അറ്റോമിക് നമ്പർ 28, അറ്റോമിക് സിംബൽ I, അറ്റോമിക് വെയിറ്റ് 58.70, മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 1455, ബോയിലിംഗ് പോയിന്റ് 2913. നിക്കൽ യൂസേജ് ക്യാൻ ബി ട്രേസ് ബാക്ക് ആസ് 3500 BC. അയൺ 4000 BC വരെ പറയുമ്പോൾ കുറച്ചുകൂടി ഇപ്പുറത്തോട്ടാണ്, എന്നാലും 3500 BC തന്നെ ഈ നിക്കൽ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. It is a silvery white magnetic metal used for thousands of years for nickel copper alloys. നിക്കലും കോപ്പറും ആയിട്ടുള്ള ഒരു അലോയ് ആയിട്ടാണ് ഈ ഉപയോഗിച്ചിരുന്നത്. ഫോർ 100 of years നിക്കൽ യൂസ്ഡ് ഇൻ കോയിൻസ്. 100 വർഷങ്ങൾക്ക് മുമ്പ് 100 വർഷങ്ങളായി എന്നാണ്. അനേകം കാലങ്ങളിൽ കോയിൻസ് ആയിട്ട് നിക്കൽ ഉപയോഗിച്ചിരുന്നു. സ്ലൈഡ് നിക്കലിന്റെ സ്ലൈഡ് വന്നില്ല. It does not react with alkalis. സാധാരണ ആൽക്കലീസിനോട് വന്ന് ചേർന്ന് നിക്കൽ എന്ത് ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. ഇറ്റ് ഈസ് എ മെറ്റൽ ഇൻ മീറ്റിയേഴ്സ് ആൽസോ. ഞാൻ നേരത്തെ പറഞ്ഞു, ഉൽക്കകളിൽ കാണുന്ന മെറ്റൽസിൽ ഒന്ന് ഇതാണ്, നിക്കലാണ്. 22ാമത്തെ സ്ഥാനമാണ് നമ്മുടെ ഭൂമിയിലെ ഈ നിക്കലിനുള്ളത്. അയൺ, സ്റ്റീല് മുതലായവ കോട്ട് ചെയ്യുന്നതിന് നിക്കൽ ഉപയോഗിക്കുന്നുണ്ട്. നിക്കല് ഏറ്റവും വലിയ പ്രത്യേകത, മറ്റ് മെറ്റൽസിനൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത നിക്കലിനുണ്ട്. അതായത് 17 മടങ്ങ് ഹൈഡ്രജനെ ഇതിൻ്റെ നിക്കൽ പൗഡറിന് അബ്സോർബ് ചെയ്യാൻ കഴിയും. വോളിയം 17 മടങ്ങ്. അപ്പം ഈ ഹൈഡ്രജൻ, അതുകൊണ്ട് ഒരു പക്ഷേ നിക്കലൊക്കെ നമ്മുടെ ഈ മറ്റേ ആസ്ട്രോഫിസിയോളജിയിലൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആസ്ട്രോ ടെക്നിക്കൽസ്. ഹൈഡ്രോജനേഷൻ ഓഫ് ഓയിൽസിലും ഈ നിക്കലാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മുടെ എണ്ണ ഹൈഡ്രോജനേഷൻ ചെയ്യുന്നുണ്ട്. ഡാൽഡ ഒരു ഹൈഡ്രോജനേറ്റഡ് ഓയിലാണ്, അറിയാമല്ലോ. നിക്കൽ കാഡ്മിയം ബാറ്ററിയാണ് ലേറ്റസ്റ്റ് ആയിട്ട് കൂടുതലായിട്ട് പ്രചാരത്തിൽ വന്ന ഒന്ന്. നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ പലതും ഈ നിക്കൽ കാഡ്മിയം വന്നപ്പോഴാണ്. അതിന് ഇപ്പോൾ അടുത്ത കാലത്ത് ഇതിന് നോബൽ പ്രൈസൊക്കെ കിട്ടിയതല്ലേ. നിക്കൽ കാഡ്മിയം ബാറ്ററി മുമ്പ് ഉപയോഗിച്ചിരുന്നു, എന്നാൽ ഇപ്പോൾ പ്രചാരത്തിൽ കൂടുതലായിട്ടുണ്ട്. നിക്കൽ സൾഫൈഡ് ഫ്യൂംസ് ആൻഡ് ഡസ്റ്റ് ഈസ് റിക്കഗ്നൈസ്ഡ് ആസ് ബൈങ് പൊട്ടൻഷ്യലി കാഴ്സിനോജനിക്. ഇപ്പം നമ്മൾ ഇത്രയും പറഞ്ഞെങ്കിൽ നമ്മുടെ കാഴ്സിനോജനിക് ആയിട്ടുള്ള ഇറിഡിയം പോലും അല്ല, പക്ഷേ നിക്കലിനെ വരുന്നുണ്ട്. ഈ നിക്കൽ ഒരു പോയ്സണിങ് സബ്സ്റ്റൻസ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് ആവശ്യം ഇല്ല. നിക്കൽ നമുക്ക് കിട്ടാൻ വളരെ സാധ്യതയുണ്ട്, കാരണം ഫുഡ് മെറ്റീരിയൽസിലും മറ്റ് ഓയിൽസിലും നിന്നൊക്കെ നമുക്ക് കിട്ടാം. ഇപ്പോൾ ഈ ഓയിൽ ഹൈഡ്രോജനേഷൻ എന്ന് പറയുന്നത് നേരത്തെ ഉപയോഗിച്ചിരുന്നെങ്കിലും ഒരു നല്ല മെത്തേഡായിട്ടല്ല. ഹോമിയോപ്പതിയിൽ നമ്മൾ പീരിയോഡിക്കൽ നെർവസ് സിക്ക് ഹെഡേക്ക് ആണ്, വിത്ത് അസ്തിനോപ്പിയ, വീക്ക് ഡൈജഷൻ, കോൺസ്റ്റിപ്പേഷൻ, കറ്റാറ, ദെൻ സ്യൂൾസ്, ഡെബിലിറ്റേറ്റഡ് നെർവസ് ലിറ്റററി പേഷ്യൻസ് വിത്ത് ഫ്രീക്വന്റ് ഹെഡേക്സ്. ഡിസ്പെപ്സിയയും കോൺസ്റ്റിപ്പേഷനും നിക്കലിന്റെ പ്രത്യേകതയാണ്. നിക്കോളം എന്നാണ് നമ്മുടെ ടെക്സ്റ്റിൽ കാണുന്നത്. നിക്കോളം സൾഫും മറ്റൊരു കോമ്പൗണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ബോറിക്കിൽ വായിക്കാവുന്നതാണ്. അടുത്തത് ടിന്നാണ്. ടിന്ന് എന്ന് പറഞ്ഞാൽ SN. അറ്റോമിക് നമ്പർ 50 ആണ്. അറ്റോമിക് സിംബൽ SN. അറ്റോമിക് വെയിറ്റ് 112.69. മെൽറ്റിംഗ് പോയിന്റ് 231.93 ഡിഗ്രി സെന്റിഗ്രേഡ്. ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 2602 ഡിഗ്രി സെന്റിഗ്രേഡാണ്. ദെൻ കാസിറ്റിറൈറ്റ് എന്ന് പറയുന്നതാണ് സിങ്ക് ഓക്സൈഡ്. ഇതാണ് ഇതിന്റെ ഒരു നാച്ചുറൽ സോഴ്സ്. ഓർഡിനറി ടിൻ അല്ലെ 9 ഐസോട്ടോപ്സ് ഉണ്ട്. ഞാൻ ഇപ്പോൾ ചിലതിന്റെ ഐസോട്ടോപ്സ് പറയാൻ വിട്ടുപോയി. എന്തായാലും 9 ഐസോട്ടോപ്സ് ഈ ഓർഡിനറി ആയിട്ടുണ്ട്. ഐസോട്ടോപ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 18 അൺസ്റ്റേബിൾ ഐസോട്ടോപ്സ് ഉണ്ട്. ഒരുപോലെ തന്നെ ഉള്ളതാണ് അവയുടെ ഒരേ തന്നെ പല രൂപങ്ങളിൽ കാണുന്ന ഐസോട്ടോപ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിൽവറി വൈറ്റ് മെറ്റൽ, ദെൻ മാലിയബിൾ സംവാട്ട്. ഈ നമുക്ക് ലോഹങ്ങളെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അറിയാം, അവയെ അടിച്ചു നീട്ടാം, വലിച്ചു നീട്ടാം, അടിച്ചു പരത്താം, ബ്രിട്ടിലായിട്ടുള്ളവ അല്ലാത്തവ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മെറ്റൽസ് എടുത്തിരിക്കുന്നത്. അതിൽ മാലിയബിൾ ആണ്, നല്ലവണ്ണം പരത്തി എടുക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഡക്റ്റൈലാണ്, ക്രിസ്റ്റലൈൻ ആണ്. എന്നാൽ ഇത് ക്രിസ്റ്റൽസ് ഉണ്ട്, അതാണ് ഇവിടെ പ്രത്യേകത. ടിൻ നല്ലൊരു ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ആണ്.
ഈ ടിൻ ഇങ്ങനെ മടക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കാറുണ്ട്. എന്താണ് അതിനൊരു പേരുണ്ട്. അതിന് പറയുന്നതാണ് ടിൻ ക്രൈ. ഇതിന്റെ ഈ അറ്റോമിക് ആയിട്ടുള്ള ക്രിസ്റ്റൽസിന്റെ ബീങ് ഡ്യൂ ടു ബ്രേക്കിംഗ് ഓഫ് ദീസ് ക്രിസ്റ്റൽസ്, ഇതിന്റെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, ക്രിസ്റ്റൽസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് ടിന്നിന്റെ. ഹൈലി പോളിഷ് വഴയബിൾ ആയിട്ടുള്ള ഒരു മെറ്റലാണ് ടിൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ ടിൻ പലതിലും കൊറോഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഇത് പോളിഷിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഡിസ്റ്റിൽഡ് സീ ആൻഡ് സോഫ്റ്റ് ടാപ്പ് വാട്ടർ, സോഫ്റ്റ് വാട്ടറിലും സീ വാട്ടറിലും ഡിസ്റ്റിൽഡ് ആയിട്ടുള്ള സീ വാട്ടറിനെയും ഇത് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് എന്ത് ചെയ്യുന്നില്ല, ചീത്തയായി പോവില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടിന്നിലൂടെയാണ് ടിന്നിലൂടെ നമുക്ക് വാട്ടറൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നുള്ള പൈപ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ടിൻ ക്ലോറൈഡ് ഈസ് കോമൺ ആൻഡ് ഈസ് യൂസ്ഡ് കാലിക്കോ പ്രിന്റിങ്. നമ്മുടെ ഈ കാലിക്കോ പ്രിന്റിങ് കണ്ടിട്ടില്ലേ, ബുക്കിന്റെ മസിലൊക്കെ കവറിലൊക്കെ ടിൻ വലിയ പ്രിന്റിങ്, അതിനെയാണ് കാലിക്കോ പ്രിന്റിങ് എന്ന് പറയുന്നത്. ബുക്ക് പ്രിന്റിങ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ടിൻ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ആസ് എ മോർഡൻറ്റ് എന്ന് പറഞ്ഞാൽ മൂശ എന്ന് പറഞ്ഞാൽ ഈ ലോഹമായിട്ടുള്ള ഇതൊക്കെ നമ്മൾ തയ്യാറാക്കുന്നതിന് ഉണ്ടാക്കുന്ന മോർഡൻറ്റ്. സാൾട്ട് സ്പ്രേഡ് ഓൺ ഗ്ലാസ് ഈസ് കാപ്പബിൾ ഓഫ് കണ്ടക്ടിങ് ഇലക്ട്രിസിറ്റി. ഈ ചെറിയ ഗ്ലാസിന്റെ പുറത്തുകൂടെ ഇത് ടിൻ പൂശിയിട്ട് അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ഒരു ചില യൂട്ടൻസിൽസ് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വളരെ കുറച്ച് മതി, അപ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയും ചെയ്യും, കുറച്ച് മതി. ഗ്ലാസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാം. അതിനെ ടിന്ന് ഉപയോഗിക്കുന്നുണ്ട്. സിൻസ് ഇറ്റ്സ് ടേക്കൺ ഈസിലി എക്സ്ക്രീറ്റഡ് ഇറ്റ്. സോ വളരെ കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ ഇത് പോകുന്നുണ്ട് ടിന്ന്. പക്ഷേ ടിൻ നമ്മളിപ്പോൾ സാധാരണ കടകളിൽ ടിന്നിൻ്റെ ഇരിക്കുന്നുണ്ട്, പാത്രമുണ്ട്, ടിന്നിൽ തൈര് നിറച്ച് വരുന്നു, ടിന്നിൽ ഇപ്പോൾ ടിൻ ഫുഡിലെല്ലാം ടിന്നാണ്. എന്തുകൊണ്ടാണ്? ടിൻ എത്ര ഉള്ളിൽ പോയാലും അതുപോലെ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് പുറത്തു പോകുന്ന ഒരു മെറ്റലാണ് ടിൻ. അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് സോ പോയിസണസ്. എന്തായാലും അധികമായാലും എന്താ അമൃതം വിഷം തന്നെ. അതുകൊണ്ട് ടിന്ന് വിഷമല്ല എന്നല്ല, എന്നാലും ടിന്ന് നമുക്ക് അത്രമാത്രം ഒരു ഇത് വരുത്തുന്നില്ല. ഇനി സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെയും റെസ്പിറേറ്ററി ഓർഗൻസ്, ഡെബിലിറ്റി ഓഫ് ബ്രോങ്കിയൽ, ഇതെല്ലാം പ്രൊഡ്യൂസ് മ്യൂക്കോപോർലൻ ഡിസ്ചാർജസ്. ടോക്കിംഗ് കോസസ് എ വെരി വീക്ക് ഫീലിംഗ് ഇൻ ദ ത്രോട്ട് ആൻഡ് ചെസ്റ്റ്. പെയിൻ കംസ് ആൻഡ് ഗ്രോ ഗ്രാജുവലി. പാരാലിറ്റിക് വീക്ക്നെസ്, സ്പാസം ആൻഡ് പാരാലിസിസ്, എല്ലാം ടിന്നിന്റെ പ്രത്യേകതയാണ്, സിംറ്റംസ് ആണ്. നെക്സ്റ്റ് ഒന്നുകൂടെ ഉള്ളൂ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. കോബാൾട്ട് ഞാൻ മുമ്പ് പറഞ്ഞു, ഈ കോബാൾട്ട് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റലാണ്. നമ്മുടെ പാങ്ക്രാറ്റിസിന് വേണ്ടി വരുന്ന ഒരു എലിമെന്റ് ആണ്. 27 ആണ് ഇതിന്റെ അറ്റോമിക് നമ്പർ. അറ്റോമിക് വെയിറ്റ് 58.9333. മെൽറ്റിംഗ് പോയിന്റ് 1495 ഡിഗ്രി സെന്റിഗ്രേഡ്. ബോയിലിംഗ് പോയിന്റ് 2927 ഡിഗ്രി സെന്റിഗ്രേഡ്. അറ്റോമിക് സിംബൽ എന്ന് പറയുന്നത് CO. കോബാൾട്ട് അല്ലെങ്കിൽ കോബോൾഡ് ആണെന്നാണ്, ഈവിൾ സ്പിരിറ്റ് എന്നാണ് ഇതിന്റെ നെയിം പേര്. ജർമ്മൻ വേർഡാണ് കോബാൾട്ട്. ഇതൊരു ട്രബിൾസം ആയിട്ടുള്ള പോയിസണസ് ആയിട്ടുള്ള ഒരു മെറ്റലാണ്. അതർ എലിമെന്റ്സിനെ എല്ലാം പൊള്യൂട്ട് ചെയ്ത് കളയുന്ന, നിക്കലിനെയൊക്കെ പൊള്യൂട്ട് ചെയ്യുന്ന ഒരു മെറ്റലാണ് കോബാൾട്ട്. ഈ ബ്രാൻഡ് എന്ന് പറയുന്ന ഒരാളാണ് കോബാൾട്ടിനെ ഒരു സിൽവറി വൈറ്റ് മാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റലായിട്ട് കണ്ടെത്തിയത്. അലോയ്സിന് വേണ്ടി കോബാൾട്ട് ഉപയോഗിക്കുന്നു. വളരെ ഡക്റ്റൈൽ അറ്റ് ഹൈ ടെമ്പറേച്ചറാണ്. വളരെ ഹൈ, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ കൂടുമ്പോൾ മാത്രം ഡക്റ്റൈൽ ആകുന്ന ഒരു എലിമെന്റ് ആണ്. ഇതൊക്കെ നമ്മൾ പ്രധാനമായിട്ട് എടുക്കുന്നതാണ്. ഇപ്പോൾ ഹൈലി ടെമ്പറേച്ചറിൽ ഡക്റ്റൈൽ ആവുക എന്ന് പറഞ്ഞാൽ അതുപോലുള്ള യൂട്ടൻസിൽ വളരെ ഉപയോഗിക്കുന്നതാണ്. കോബാൾട്ട് 60 എന്ന് പറയുന്ന ഐസോട്ടോപ്പാണ്, റേഡിയോ ആക്റ്റീവ് ആണ്. ഇതിന്റെ ഐസോട്ടോപ്പ് പ്രധാനമായിട്ടും ഈ കോബാൾട്ട് 60 ആണ് ഐസോട്ടോപ്പായിട്ട് ഉപയോഗിക്കുന്നത്. 5.7 years ആണ് ഇതിന്റെ ഹാഫ് ലൈഫ്. ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാമല്ലോ. ഇപ്പോൾ ഒരു എലിമെന്റ് എല്ലാത്തിനും റേഡിയേഷൻ ഉണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇത് നോക്കിയെടുത്തോളം നമ്മുടെ എലിമെന്റ്സ് പക്ഷെ വളരെ കുറച്ചേ ഉള്ളൂ. എല്ലാ എലിമെന്റ്സും, ഒരു എലിമെന്റ് ഇപ്പോൾ 1 ഗ്രാം അടിച്ചാൽ അത് പകുതി 1/2 ഗ്രാം ആകും കുറെ നാൾ കഴിയുമ്പോൾ. അത് എത്ര വർഷം കഴിയുമ്പോഴാണ് കോബാൾട്ട് പകുതിയാകുന്നത്? അതാണ് 5.7 years ആണ്. 5 മുതൽ 7 ഗ്രാം ആകുമ്പോൾ കൊബാൾട്ട് പകുതിയായി പോകും. അതാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. എല്ലാ റേഡിയോ ആക്ടിവിറ്റി യുറേനിയം, തോറിയം, റോൺജനിയം, ജെർമേനിയം, ഐൻസ്റ്റീനിയം, ഇങ്ങനെയൊക്കെ ഒരുപാട് എലിമെന്റ്സ് ഉണ്ട്. എല്ലാം റേഡിയോ ആക്റ്റീവാണ്. ലാസ്റ്റിലോട്ട് വരുന്ന എലിമെന്റ്സ് എല്ലാം നമ്മൾ കണ്ടെത്തിയെങ്കിലും അവയുടെ അറ്റോമിക് വെയിറ്റ് ഒക്കെ വളരെ കൂടുതലും അറ്റോമിക് നമ്പറൊക്കെ വളരെ കൂടുതലാണ്. പക്ഷെ എന്ത് ചെയ്യാം, അവ പെട്ടെന്ന് പോകുന്നു. അറ്റോമിക് നമ്പർ വളരെ കൂടുതലാണെങ്കിൽ പോലും അവ പെട്ടെന്ന് തന്നെ റേഡിയേറ്റ് ചെയ്യുന്ന റേഡിയേഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ റേഡിയേഷൻ പവർ, റേഡിയേഷൻ അതിൻ്റെ റേഡിയേഷനായിട്ടുള്ള കഴിവ്, അതിൻ്റെ സ്വഭാവം, ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ്, അതിനെ നമ്മളെ ഇത് സഹായിക്കും. ഈ ഒരു രീതിയിലോട്ട് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞ റേഡിയേഷൻ. അറ്റോമിക് നമ്പർ വളരെ കൂടി വരികയാണ്. താഴോട്ട് വരുത്തോറും മറ്റേ അറ്റംസിന്റെ സൈസ് കുറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അത് രണ്ടും ഈ എലിമെന്റ്സിന്റെ അകത്തുള്ള സ്ട്രക്ചറിന്റെ വൈബ്രേഷണൽ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കോബാൾട്ട് ഒക്കേഴ്സ് ആസ് ആഴ്സനൈഡ്സ് ആൻഡ് സൾഫർ. സൾഫറിനോട് ചേർന്ന ആഴ്സനൈഡ്സ് ആയിട്ടും കോബാൾട്ട് കാണുന്നുണ്ട്.
കൊബാൾട്ടൈറ്റ് ഈസ് ദ മെയിൻ സോഴ്സ്. സാധാരണ കൊബാൾട്ടിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് കൊബാൾട്ടൈറ്റ്. മീറ്റീരിയൽസിൽ ഇതും കാണുന്നുണ്ട്. കൊബാൾട്ട് മീറ്റീരിയൽസിൽ കാണുന്നുണ്ട്, ഉൽക്കകളിൽ കാണുന്നുണ്ട്. ഇത് ബ്രിറ്റിലായിട്ട് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു ഒരു മെറ്റലാണ്. അയണും നിക്കലുമായിട്ട് ചേർന്ന് ഇത് കാണുന്നു. പിന്നെ മാഗ്നറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന 3 മെറ്റൽസ് ആണ്. ഏതൊക്കെയാണ്? അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈ അലോയ്സ് 3ഉം കൂടി ചേർന്ന്, അലൂമിനിയവും നിക്കലും കൊബാൾട്ടും കൂടി ചേർന്നാണ് മാഗ്നറ്റ് നിർമ്മിക്കുന്ന മെറ്റലാണ്. അതിലെ പ്രധാനപ്പെട്ട ഘടകം അലൂമിനിയം, നിക്കൽ ആൻഡ് കൊബാൾട്ട്. ഹൈ ടെമ്പറേച്ചറിലാണ് ഹൈ ടെമ്പറേച്ചർ ആയിട്ടുള്ള ഓർഗൻസ് യൂട്ടൻസിൽസിൽ ഉപയോഗിക്കുന്നതിന് ഈ അൽനിക്ക ഉപയോഗിക്കുന്നുണ്ട്. ഹൈ സ്പീഡായിട്ടുള്ള ഉപകരണങ്ങൾ, റോക്കറ്റിന്റെ പാർട്സ്, ഇതിനൊക്കെ ഈ നിക്കൽ കോബാൾട്ട് ഉപയോഗിക്കുന്നുണ്ട്. കട്ടിംഗ് ടൂൾസ് ഉണ്ടല്ലോ, ഹൈലി ചൂട് പിടിക്കുന്ന, കട്ടിംഗ് ചെയ്യുമ്പോൾ ചൂട് പിടിക്കുന്ന മെറ്റൽസ്, അതിലെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട്. ജെറ്റിന്റെ ടർബൈൻസ്, ജെറ്റിന്റെ ടർബൈൻസ്, ഗ്യാസ് ടർബൈന്, ജനറേറ്റേഴ്സ് എല്ലാം, ഇലക്ട്രോപ്ലേറ്റിംഗ്, ഇതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. യൂസ്ഡ് ഇൻ പോട്ടറി, ഗ്ലാസ്, ടൈൽസ്, ഇനാമൽസ്. ബിക്കോസ് ഇതിന്റെ പിഗ്മെന്റ്സിന്റെ ഡിഫറെന്റ് കളേഴ്സ്, എസ്പെഷ്യലി നല്ല ബ്ലൂ കളറാണ് കൊബാൾട്ടിന്റെ. നമ്മൾ ലാബറട്ടറിയിലൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ കൊബാൾട്ടിന്റെ കാണാം, നന്നായിട്ട് നല്ല ബ്ലൂ കളേഴ്സാണ്. ആ ബ്രില്യൻ കളർ കാരണമാണ് വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ കൊബാൾട്ട് ഉപയോഗിച്ചിരുന്നു. കൊബാൾട്ടിന്റെ ക്ലോറൈഡ്, അസറ്റേറ്റ്, നൈട്രേറ്റ്, സൾഫേറ്റ് എല്ലാം എഫക്റ്റീവ് ഇൻ കൊറോഡിങ് certain minerals. It has been found effective in correcting a certain സ്ലൈഡ് ഒന്ന്. കൊബാൾട്ടിലെ അനിമൽസിലും മറ്റേ നമ്മുടെ ബോഡിയിലും കൊബാൾട്ട് വളരെ അത്യാവശ്യമാണ്. അതൊരു ഡെഫിഷ്യൻസി ഡിസീസ് തന്നെ മാറ്റുന്നതാണ്, ഉണ്ടാക്കുന്നുണ്ട് ഇതിന്റെ ഡെഫിഷ്യൻസി. സ്വേ ബാക്ക് എന്ന് പറയുന്ന ഷീപ്സിൽ കാണുന്ന ഒരു ഡിസീസ് ഉണ്ട്, സ്വേ ബാക്ക്. അത് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. അത് ഈ കൊബാൾട്ടിന്റെ ഡെഫിഷ്യൻസി വഴി അനിമൽസിൽ വരുന്നത്, പ്രത്യേകിച്ച് ഷീപ്പിൽ വരുന്ന ഒരു ഡിസീസാണ്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കൊബാൾട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതി മെഡിസിൻ എല്ലാത്തിനും പ്രത്യേകത, ജനറൽ ആയിട്ട് വളരെ വലിയൊരു പാർട്ടാണ് കൊബാൾട്ടിനുള്ളത്. വൈറ്റമിൻ B12 കൊബാൾട്ടാണ് ഒരു മോളിക്യൂൾ. വൈറ്റമിൻ B12 എന്താ B12? തലസീമിയ എന്ന് പറയുന്ന രോഗം, അല്ലെങ്കിൽ B12 ഇല്ലാതെ നമുക്ക് ബ്ലഡിന്റെ ഒന്നും നടക്കില്ല. കുട്ടികളിലും പ്രഗ്നൻസിയിലും ഒക്കെ വളരെ കൂടുതലാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിനാണ് B12 ബ്ലഡിന്റെ സംബന്ധിച്ചുള്ള. ഇറിത്രോപോയസിസ് ഇൻക്രീസ് ചെയ്യുന്നുള്ളതാണ് കൊബാൾട്ടിന്റെ വേറൊരു പ്രത്യേകത. എരിത്രോപോയസിസ്, നേരത്തെ ഞാൻ ലൂക്കോപോയസിസിനെ പറ്റി നേരത്തെ പറഞ്ഞു. അത് ലിംഫോസൈറ്റ്സിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് മെറ്റൽ. അതേസമയം ഇവിടെ കൊബാൾട്ട് എരിത്രോപോയസിസിനെയാണ്, ബ്ലഡ് ഫോർമേഷനെ വളരെ കൂടുതൽ സഹായിക്കുന്നു. ന്യൂറോസ്തീനിക്, സ്പൈനൽ സ്റ്റേറ്റ്സ്, സെക്ഷൽ ഡിസ്റ്റർബൻസസ്, ഫെറ്റീഗ്, അജിറ്റേഷൻ ആൻഡ് ബോൺ പെയിൻ, പേഴ്സൺ ഇൻ ദ മോർണിംഗ്, ഇതെല്ലാം ഇതിന്റെ ഒരു സിംറ്റമായിട്ടാണ് കാണുന്നത്. കൊബാൾട്ടായിട്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, വേറൊരു കോമ്പൗണ്ട് നമ്മുടെ ഇതിൽ കാണുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ വളരെ വേഗം പറഞ്ഞുവെങ്കിലും ഈ മെറ്റൽസിന്റെ ഹോമിയോപ്പതി സിറ്റി വളരെ കൂടുതൽ കിടക്കുകയാണ്. അതായത് ഇവിടെ ബോറൊക്കെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഈ ബോറൊക്കെ എടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് ശരിക്കും ഈ മെറ്റൽസിന്റെ വളരെ കൂടുതൽ സിംറ്റംസ് കാണാൻ പറ്റും. പക്ഷേ ജനറൽ ആയിട്ടുള്ള ഇതെല്ലാം ഈ മെറ്റൽസിന്റെ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. കുറച്ച് ദിവസങ്ങളിലും ഞാൻ അടുത്ത് ഈ മെറ്റൽസിനെ കുറിച്ച് കുറെ നോട്ട് തയ്യാറാക്കി. ഇത് തീർന്നതുമാണ് എനിക്ക് ധനേഷ് ഡോക്ടർ ക്ലാസിന്റെ കാര്യം പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി വിളിക്കുകയായിരുന്നു. നമുക്ക് 5 മിനിറ്റും കൂടെ ആയി. എന്തായാലും ഡോക്ടറുടെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. 5 മിനിറ്റ് കൂടെ നമുക്ക് ആയി കൂടുതലായിട്ടുണ്ട്. എന്തായാലും വളരെ നല്ലൊരു ക്ലാസ് ഇന്ന് നമുക്ക് എടുത്തു തന്ന ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് അജിനി ഡോക്ടറെ ക്ഷണിക്കുകയാണ്. നമുക്കിന്ന് ഡിസ്കഷനുള്ള സമയമില്ല. അജിനി ഡോക്ടറെ, അജിനി ഡോക്ടർ ഉണ്ടോ? അജിനി ഡോക്ടർ കോഹോസ്റ്റ് ആണ്, അൺമ്യൂട്ട് ചെയ്താൽ മതി. ധനേഷ് ഡോക്ടർ ഉണ്ടോ? ആരും ഇല്ലെന്ന് തോന്നില്ല. ഷാജി ഡോക്ടർ ഒന്ന് അഡ്മിറ്റ് ചെയ്ത് ഡോക്ടർക്ക് ഒരു നന്ദി പറയണേ. ഷാജി ഡോക്ടർ, എന്താ ഡോക്ടർ ചെയ്യണ്ടേ? ഹലോ, ഡോക്ടർക്ക് നന്ദി പറയാനായിട്ട് നമ്മുടെ ക്ലാസ് കൂടുതലായി. ഓക്കെ. താങ്ക് യു ഡോക്ടർ. ഞാൻ സത്യം പറഞ്ഞ ക്ലാസ് മുഴുവൻ കേട്ടിട്ടില്ല.
എന്നാലും വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റ് ആണ് സാർ എപ്പോഴും എടുക്കുന്നത്. ഈ സ്ലൈഡൊക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നു, ഞാൻ കണ്ടു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനിയും വരുമെന്ന് അറിയാം, എന്നാലും ഇനിയും വരണം എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്. നന്ദി ജിനി ഡോക്ടറെ. എന്തായാലും ഈ പതിവ് പോലെ തന്നെ വളരെ നല്ല അറിവ് തരുന്ന ഒരു ക്ലാസ്സാണ് ഇന്നും ഡോക്ടർ നമുക്ക് തന്നത്. ഇതിൻ്റെ ബാക്കിയുമായിട്ട് എത്രയും വേഗം വരണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയും ഈ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. നമ്മുടെ 1827 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.